ഏതാണത്? ഈ റബീഉൽ അവ്വൽ ആഘോഷമല്ല, മൗലിദാഘോഷമല്ല, മറിച്ച് രണ്ട് പെരുന്നാളുകളാണെന്ന കാര്യം ഇതിലെല്ലാം തന്നെ വളരെ വ്യക്തമായി വരുന്നുണ്ട്. കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, എന്നാണ് പെരുന്നാൾ ആഘോഷിക്കേണ്ടത്? നമുക്കിടയിൽ വല്ല തർക്കമുണ്ടോ? എന്നാ പെരുന്നാൾ ആഘോഷിക്കേണ്ടത്? വല്ല തർക്കവും നമുക്കിടയുണ്ടോ? ഈദുൽ ഫിത്ർ ആഘോഷിക്കേണ്ടത് ശവ്വാൽ 1-നാണ്. സുന്നിക്കോ മുജാഹിദിനോ തർക്കമുണ്ടോ? ഇല്ല. ദുൽഹിജ്ജ 10-നാണ് ബലിപെരുന്നാൾ ആഘോഷിക്കേണ്ടത്. തർക്കമുണ്ടോ? ഇല്ല. കാരണം അത് റസൂലുള്ളാഹിന്റെ കൈമാറി വന്ന ആചാരമാണ്, ആഘോഷമാണ്. അതുകൊണ്ട് എന്നാണ് ആഘോഷിക്കേണ്ടത് എന്ന വിഷയത്തിൽ ഡേറ്റിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് അങ്ങനെ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ഒരു ഏർപ്പാട് അത് ഇസ്ലാമികമായ ആഘോഷമാണെങ്കിൽ അത് റസൂലുള്ളാഹിന്റെ കൈമാറി വരണം, സഹാബത്ത് ചെയ്യണം, താബീങ്ങൾ ചെയ്യണം. അവരാരും ചെയ്തിട്ടില്ല. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന തീയതി എന്നാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം പോലും നിലനിൽക്കുന്നുണ്ട്. ഇതൊരു ആഘോഷമായി നടത്താറുണ്ടായിരുന്നെങ്കിൽ എന്നാണ് റസൂലുള്ളാഹിന്റെ ജനന തീയതി എന്നതിന്, ഏത് മാസത്തിലാണ് ജനിച്ചതെന്ന്, ഏത് ദിവസമാണ് ജനിച്ചതെന്ന് വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമോ? ഇല്ല. അപ്പോ റസൂലുള്ളാഹി ജനിച്ച ഡേറ്റിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, മാസത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, കൊല്ലത്തിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ റസൂലുള്ളാഹിൽ നിന്ന് കൈമാറി വന്ന ആഘോഷമല്ലാതെ എന്ന് ഒന്നുകൂടെ സ്ഥിരപ്പെടുകയാണ്. നോക്ക് നിങ്ങള്, സുന്നികളുടെ തന്നെ പ്രസിദ്ധീകരണം കർമ്മശാസ്ത്ര സരണി കോയക്കുട്ടി തങ്ങൾ പാടൂര് എഴുതിയിട്ടുള്ളതാണ്. ഇതിൽ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസവം, ചരിത്രം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുന്നു. അബ്ദുള്ളയുടെ മരണശേഷം 9 മാസം കഴിഞ്ഞ് റബീഉൽ അവ്വൽ 8-ന് തിങ്കളാഴ്ച രാവ് പകുതിയായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ചു. 8. പിന്നെ റബീഉൽ അവ്വൽ 2-ാം രാവിലാണെന്നും 2 10-ാം രാവിലാണെന്നും 12-ലാണെന്നും 17-ലാണെന്നും 18-ലാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, റസൂലുള്ളാഹിന്റെ കാലം മുതൽ ആഘോഷിച്ചു വരുന്നൊരു ഏർപ്പാടാണത്. ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മാസപ്പിറവി കണ്ടതും കാണാത്തതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ശവ്വാൽ 1-നാണ് ഈ ഈദുൽ ഫിത്ർ ആഘോഷിക്കേണ്ടത് എന്ന വിഷയത്തിൽ മുസ്ലിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ല. കാരണം മുമ്പേ ആഘോഷിച്ചു വരുന്ന ആഘോഷ പരിപാടികളാണത്. അതേപോലെ ദുൽഹിജ്ജ 10-നാണ് ബലിപെരുന്നാൾ ആഘോഷിക്കേണ്ടതെന്ന വിഷയത്തിൽ തർക്കമുണ്ടോ മുസ്ലിങ്ങൾക്ക്? സുന്നികൾക്കിടയിലുണ്ടോ? മുജാഹിദുകൾക്കിടയിലുണ്ടോ? ഇല്ലല്ലോ. എന്തേ ഇതിൽ തർക്കം വരാൻ കാരണം? റസൂലുള്ളാഹി ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, റസൂലുള്ളാഹി ഇങ്ങനെ ആഘോഷിച്ചിട്ടില്ല, സഹാബത്ത് ഇങ്ങനെ ചെയ്തിട്ടില്ല, സലഫുസ് സ്വാലിഹീങ്ങൾ കൈമാറി വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇനി ഇങ്ങനെ പറയുന്നുണ്ട്, അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ഗ്രന്ഥത്തിൽ ഇതെല്ലാം പ്രസ്താവിച്ചിരിക്കുന്നു. ഇതിൽ 8-ാം രാവിലാണെന്ന അഭിപ്രായത്തെയാണ് ഹദീസ് പണ്ഡിതന്മാർ ബലപ്പെടുത്തിയിട്ടുള്ളത്. 8-ാം രാവിൽ 12 അല്ല. ചരിത്ര പണ്ഡിതരും ഈ അഭിപ്രായത്തിൽ ഏകോപിച്ചിട്ടുണ്ട് എന്ന് മഹാനായ ഖസ്തല്ലാനി റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്നു. എന്നാൽ 12-ാം രാവിലാണെന്നാണ് പിന്നെ പ്രസിദ്ധമായത്. മക്കക്കാരുടെ പ്രവൃത്തിയും ഇത് അനുകൂലമാണെന്ന് മവാഹിബിലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാണ് ഈ ഡേറ്റ് ഓഫ് ബർത്ത്, റസൂൽ ജനിച്ച ആ ദിവസം ഏതാണ്, അതിൽ അങ്ങേയറ്റത്തെ അഭിപ്രായ വ്യത്യാസമുണ്ട്. സാധാരണക്കാരായ നിഷ്പക്ഷരായ പരലോകം ആഗ്രഹിക്കുന്ന, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, ഖബറിൽ ഒറ്റയ്ക്ക് കഴിയേണ്ടവരാണെന്ന് ആഗ്രഹിക്കുന്ന എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, സഹോദരങ്ങളെ, ഈ ഒരൊറ്റ തെളിവ് മാത്രം പോരെ നമുക്ക്, അത് മാത്രം പോരെ. റസൂൽ ഇങ്ങനെ ആഘോഷം നടത്തിയിട്ടില്ല എന്ന് രേഖയായി പോരെ നമുക്ക്. ഒന്നുകൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇതേതാ കിതാബ് എന്നറിയോ? 366 വക മൗലിദ് കിതാബ്. 366 വകയാണ്, 1 2 ഒന്നുമല്ല. ഇതിലിങ്ങനെ പറയുകയാണ്. എന്താണെന്നറിയോ? 49-ാമത്തെ പേജ് പറയുന്നു, വഖ്തുലിഫ ഫീ ആമി വിലാദതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം وفي شهرها وفي يومها على أقوال للعلماء مرضية. دا പറയുന്നത് واختلف في عام ولادته صلى الله عليه وسلم. رسول الله صلى الله عليه وسلم ജനിച്ച കൊല്ലം ഏതാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്.
റസൂൽ ജനിച്ച ദിവസമല്ല, മാസല്ല, കൊല്ലത്തിൽ പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഏത് മാസത്തിലാണ് റബീഉൽ അവ്വൽ തന്നെയാണോ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാണ് റസൂൽ ജനിച്ച ദിവസത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പണ്ഡിതന്മാരിൽ ഉദ്ധരിക്കപ്പെട്ട ധാരാളം ഖൗലനുസരിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏതിലാ പറയുന്നത്? 366 വക മൗലിദ് കിതാബില്. ആലോചിച്ച് നോക്ക്. ഈ മൗലിദ് കിതാബ് പോലും പറയുന്നു എന്നാണ് റസൂലുള്ളാഹിന്റെ ജന്മദിന അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന്. ആ നിലക്ക് നിങ്ങൾ ചിന്തിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു ഏർപ്പാട് ഇസ്ലാമിന്റെ പേരിൽ ചെയ്യാൻ നിർവാഹമില്ല. റസൂൽ പഠിപ്പിക്കാത്ത ഏർപ്പാട് ആ നിലക്ക് ചെയ്യാൻ നമുക്ക് നിർവാഹമില്ല. റസൂൽ ആഘോഷിച്ചിരുന്നെങ്കിൽ, സഹാബത്ത് ആഘോഷിച്ചിരുന്നെങ്കിൽ ആ വിഷയത്തിൽ ഡേറ്റിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമോ? ഇല്ല സഹോദരങ്ങളെ, ഇല്ല. അപ്പോ നിങ്ങൾ നിഷ്പക്ഷമായി വിലയിരുത്തുക, വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇങ്ങനൊക്കെ ആണെങ്കിലും റസൂലുള്ളാഹിന്റെ കാലത്ത് ഇതില്ല, സഹാബത്തിന്റെ കാലത്ത് ഇതില്ല എന്നൊക്കെ പറഞ്ഞാലും മുസ്ലിയാക്കന്മാർ എന്നാലും തെളിവുണ്ടാക്കും. കാരണം ഇത് അവിടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. മുസ്ലിയാക്കന്മാർക്ക് നല്ല നിലക്ക് നിലനിൽക്കണമെങ്കിൽ നമുക്കറിയാലോ, മുസ്ലിയാക്കന്മാരൊക്കെ കടം വീട്ടലെന്ന ഈ മാസത്തിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു 10 കിലോമീറ്റർ നമ്മൾ ഈ പ്രദേശത്ത് യാത്ര ചെയ്താൽ എത്ര മൗലിദ് യോഗ ഒക്കെ കഴിഞ്ഞാലുണ്ട് പിരിവ്. എല്ലാം കഴിഞ്ഞാൽ പിരിവുണ്ട്. ഇൻഷാ അല്ലാഹ് പിരിവിന്റെ ഒരു കോല ഞാൻ അവസാനം കാണിക്കുന്നുണ്ട്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജന്മദിനാഘോഷം നടത്തിയിട്ടില്ലേ സഹോദരങ്ങളെ? എന്നാലും മുസ്ലിയാക്കന്മാരെ തെളിവുണ്ടാക്കലുണ്ട്. എന്താ അതിന്റെ കോലം എന്നറിയോ? ചില തെളിവുകൾ നമുക്ക് പരിശോധിക്കാം. ഒന്ന്, മുസ്ലിയാക്കന്മാരെ പറയാറുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഭാര്യ ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തായ ശേഷം അവരുടെ പേരിൽ ആടിനർത്തി വിതരണം ചെയ്തു എന്നാണ്. അങ്ങനെയല്ല സംഭവം. എന്താണ് സംഗതി എന്നറിയാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്ന ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തായ ശേഷം റസൂലുള്ളാഹിന്റെ വീട്ടിൽ ആടിനെ എന്നെങ്കിലും അറുക്കുകയാണെങ്കിൽ അതിന്റെ മാംസം ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കൂട്ടുകാരികൾക്ക് റസൂൽ കൊടുക്കാറുണ്ടായിരുന്നു. ഇതാണ് ജന്മദിനം നോക്കിയിട്ടല്ല, ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജന്മദിനം നോക്കിയിട്ടല്ല റസൂൽ ആടിനെ അറുത്തത്. നോക്ക് നിങ്ങള്, ഈ ഹദീസുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ റിയാദുസ് സ്വാലിഹീൻ ഉദ്ധരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? അതിന്റെ ഹെഡിങ്, അധ്യായത്തിന്റെ പേര് ബാബു ഫളി ബിർരി അസ്തിഖായിൽ അബി വൽ ഉമ്മി വൽ അഖാരിബി വസ്സൗജതി വസായിരി മൻ യൻദു ഇക്റാമുഹു. ഇമാം നവവി പറയാണ്, എന്താ ഈ അധ്യായത്തിന്റെ പേരെന്നറിയോ? പിതാവ്, മാതാവ്, അതുപോലെ അടുത്ത ബന്ധുക്കള്, ഭാര്യ, മറ്റു ആദരിക്കൽ പുണ്യകരമായിട്ടുള്ള ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ കൂട്ടുകാർക്ക് പുണ്യം ചെയ്യുന്നതിന്റെ ശ്രേഷ്ഠത എന്ന അധ്യായത്തിലാണ്. അല്ലാതെ റസൂലുള്ളാഹിന്റെ മൗലിദ് കഴിക്കുന്ന അധ്യായത്തിൽ നിന്നല്ല, അല്ലെങ്കിൽ ഖദീജാവിന്റെ മൗലിദ് കഴിക്കുന്ന അധ്യായത്തിൽ നിന്നല്ല. അങ്ങനെ അധ്യായമില്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഇവിടെ വിഷയം? എന്താണ്? റസൂലുള്ളാഹിന്റെ വീട്ടിൽ എന്നെങ്കിലും ആടിനെ അറുക്കുകയാണെങ്കിൽ, ജനിച്ച ദിവസം നോക്കിയല്ല, എന്നെങ്കിലും ആടിനെ അറുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഖദീജയുടെ കൂട്ടുകാരികൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു. ആ ഹദീസ് തന്നെ കാണാൻ സാധിക്കും. റസൂലുള്ള ആടിനെ അറുക്കുകയാണെങ്കിൽ കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ അങ്ങനെ അറുത്താൽ കൊണ്ടുപോയി കൊടുക്കും. ഇന്ന ദിവസം അറുക്കുന്നല്ല, എന്നെങ്കിലും അറുത്താൽ അതിന് ജനിച്ച ദിവസമൊന്നോ മരിച്ച ദിവസമൊന്നോ മറ്റൊരു ഡേറ്റിന്റെ കണക്കില്ല, പരിഗണനയില്ല. എന്ന് അറുക്കുന്നോ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യയുടെ കൂട്ടുകാരികൾക്ക് അത് എത്തിക്കാറുണ്ടായിരുന്നു. ഇതിലെവിടെ കൂട്ടരെ, എവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ഇല്ല. അത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. പിന്നെ മുസ്ലിയാക്കന്മാർ കുറെ തെളിവുണ്ട്. എന്താ? വിശുദ്ധ ഖുർആനിലെ ആയത്ത് പോലും തെളിവാവർക്ക്. റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്തവര് ആയത്ത് തെളിവാവുക? ആ ആയത്ത് റസൂലുള്ളാഹിക്ക് തിരിയണ്ടേ? മുസ്ലിയാക്കന്മാർ കുറെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്, ആയത്തുകൾ തിരുമറി പോലും നടത്താറുണ്ട്. സുലൈമാൻ സഖാഫി എന്ന ആദ്യകാലത്ത് മുഖാമുഖ വീരനായി തിളങ്ങിയിരുന്ന മണ്ണാർക്കാട് സംഭവത്തോടുകൂടി ഔട്ടായ ആ മുസ്ലിയാരുണ്ടല്ലോ, ആ മുസ്ലിയാർ തിരുമറി നടത്തിയ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ തിരുത്തിയപ്പോ അതിലും തിരുമറി നടത്തിയ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനിപ്പോ അത് വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ ആയത്തുകൾ തിരുമറി നടത്തുന്ന, ദുർവ്യാഖ്യാനം ചെയ്യുന്ന, അതിന്റെ ഹർക്കത്തുകൾ മാറ്റുന്ന ഈ മുസ്ലിയാക്കന്മാർ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പോലും റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്ത ഏർപ്പാട് തെളിവുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു ആയത്ത് എന്നറിയാമോ? ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലൻ നബി
യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈ ആയത്താണ്. ഇതിൽ എന്താ ഉള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഗ്രഹം ചെയ്യുന്നു. മലക്കുള്ള റസൂലിനാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലാഹുവിനോട്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, ആ അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം, ആ സലാം ചൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ പഠിപ്പിക്കുകയാണ്. ഇതിനാർക്കാ എതിര്? റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണോ ചൊല്ലണ്ടേ തർക്കമുണ്ടോ? ഇല്ല. പക്ഷേ അത് റസൂലുള്ള ജനിച്ച മാസത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അവിടെ ആ വിഷയം. റസൂൽ ഈ റബീഉൽ ആഖിർ മാസത്തിനില്ലാത്ത ഒരു പ്രാധാന്യം റബീഉൽ അവ്വൽ മാസത്തില് ഒരു സ്വലാത്തിനുണ്ടോ, ഒരു ദിക്റിനുണ്ടോ, ഒരു മറ്റു അമലു സ്വാലിഹാത്തുകൾക്കുണ്ടോ? ഇല്ല. അങ്ങനെ റസൂൽ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ആയത്തും തെളിവല്ല. പിന്നെന്താ വേറൊന്ന് പറയാനുള്ളതാണ് സൂറത്തു യൂനുസിലെ ആയത്താണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ നബിയെ നിങ്ങൾ പറയണം, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫദ്ൽ കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട്, ഫബിദാലിക ഫൽയഫ്റഹൂ, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ഫബിദാലിക ഫൽയഫ്റഹൂ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് മുസ്ലിയാക്കന്മാർ അർത്ഥം പറയും. ശരി, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞല്ലോ. അതാണ് നിങ്ങൾക്ക് അവരെല്ലാം ഒരുമിച്ച് കൂടുന്ന എല്ലാറ്റിനേക്കാളും ഖൈറ് എന്ന് പറഞ്ഞല്ലോ. ഇതാണ് റസൂൽ ജനിച്ച ദിവസം, അതിന് സന്തോഷിക്കുക. എന്നിട്ട് പറയും, ആയത്ത് വേറെ ആയത്ത് വിറ്റയും, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, റസൂലേ ലോകർക്ക് അനുഗ്രഹമായിട്ടല്ല നിങ്ങളെ നാം അയച്ചിട്ടില്ല എന്ന് പറയുന്ന ആയത്തും കൂടെ ഫിറ്റ് ചെയ്യും. എന്നിട്ടോ റസൂൽ റഹ്മത്താണ്, റസൂൽ റഹ്മത്താണ്, ആ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കുക എന്നാണ് മുസ്ലിയാക്കന്മാരുടെ വക. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചോ, ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന റഹ്മത്ത് ആരെ കുറിച്ചാണ്? എന്തിനെ കുറിച്ചാണ്? വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചാണ്. അതെങ്ങനെ മനസ്സിലാകും? മുമ്പത്തുള്ള ആയത്തുണ്ട്, അതിന് തൊട്ടുമുമ്പുള്ള ആയത്തുണ്ട്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് മൗഇദത്ത്, സദുപദേശം വന്നിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, മനസ്സുകളിലുള്ള രോഗങ്ങൾക്ക്, കുഫർ പോലെയുള്ള, ബിദ്അത്ത് പോലെയുള്ള, അസൂയ പോലുള്ള, കെടുമ്പ് പോലെയുള്ള, പക പോലെയുള്ള ആ അസുഖങ്ങൾക്ക് ആ ഖുർആൻ ശിഫയാണ്, ശമനമാണ്. വഹുദൻ വറഹ്മ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് സന്മാർഗമാണ്, റഹ്മത്താണ്, കാരുണ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനെ സംബന്ധിച്ചാണ് അല്ലാഹു പറഞ്ഞത്. ആ ഖുർആനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഉണർത്തിയത്. ശേഷമുള്ള ആയത്തിലും ഇത് കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ പോലും സമ്മതിച്ചതാണ്. ഖുർആനെ സംബന്ധിച്ചാണ് ഈ പരാമർശമെന്ന്. പരമാവധി എല്ലാ സ്ഥലങ്ങളിലും സാധിക്കുന്ന സ്ഥലത്തൊക്കെ കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ തന്റെ ഖുറാഫാത്തുകൾ സ്ഥിരീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ മുസ്ലിയാർ പോലും ഈ ആയത്ത് മനസ്സിലാക്കിയത് അത് ഖുർആനെ സംബന്ധിച്ചാണ്, റസൂലിനെ സംബന്ധിച്ചല്ല എന്ന്. ഇനി നമ്മൾ സങ്കല്പിക്ക് ഇത് റസൂലിനെ സംബന്ധിച്ചാണ് എന്ന്. ഈ ആയത്ത് റസൂലിനെ സംബന്ധിച്ചാണെന്ന് വെച്ചോ, എന്നാൽ തന്നെ ഇതിൽ ജന്മദിനം എവിടെ? ജന്മദിനത്തിനൊരു പ്രത്യേക സന്തോഷം എവിടെ? അന്നൊരു പ്രത്യേക മദ്ഹ് എവിടെ? അന്നൊരു പ്രത്യേക സ്വലാത്ത് എവിടെ? അന്നൊരു പ്രത്യേക അന്നദാനം എവിടെ? അന്നൊരു പ്രത്യേക ദിക്ർ എവിടെ? അതില്ല എന്നതാണ് ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഅബ് ഇബ്നു സുഹൈർ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം അധിക്ഷേപിച്ച് കവിത പറഞ്ഞ മനുഷ്യനാണ്. ഇസ്ലാമിനെ അങ്ങേയറ്റം എതിർത്ത മനുഷ്യനാണ്. ഖുർആനെ എതിർത്ത മനുഷ്യനാണ്. റസൂലുള്ളാഹിനെ പരിഹസിച്ച മനുഷ്യനാണ്. അങ്ങനെ ആ മനുഷ്യനെ എവിടെ കണ്ടാലും കൊല്ലാനുള്ള പ്രഖ്യാപനം റസൂൽ നടത്തിയിട്ടുണ്ട്. ആ മനുഷ്യനെ എവിടെ കണ്ടാലും അയാളെ കൊല്ലണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ആളുകൾ അദ്ദേഹത്തെ തെരഞ്ഞു നടക്കുകയാണ്. ഈ സമയത്ത് ആ കഅബ് ഇബ്നു സുഹൈർ റസൂലുള്ളാഹിന്റെ അരികിൽ വരുന്നു. എന്നിട്ട് റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്ത് കുറെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വേറെയും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പുതപ്പ് നൽകി, റസൂലുള്ളാഹിന്റെ തോളത്തുണ്ടാവാറുണ്ടായിരുന്ന തട്ടം നൽകി.
ഇത് റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്തതിനുള്ള സമ്മാനമാണോ? ഒരിക്കലുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഇദാ റഅയ്തുമുൽ മദ്ദാഹീന ഫഹ്സു അലാ വുജൂഹിഹിമുത് തുറാബ്. അമിതമായി പ്രശംസിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടാൽ അവരുടെ മുഖത്തേക്ക് നിങ്ങൾ മണ്ണ് വലിച്ചെറിയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ റസൂൽ ഇങ്ങനെ ഒന്ന് കാണുമ്പോ അത് പ്രോത്സാഹനമല്ലല്ലോ കൊടുക്കുക, മറിച്ച് എന്തിനാണ് കൊടുത്തതെന്നോ? അത് മറ്റൊരു കാര്യം അതിന്റെ പിന്നിലുണ്ട്. എല്ലാ ആളുകളും കഅബനെ തെരഞ്ഞു നടക്കുകയാണ്, കഅബനെ കണ്ടാൽ കൊല്ലാൻ നടക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ തോളത്തുണ്ടാവാറുള്ള പുതപ്പ്, ആ തട്ടം, അത് കഅബിന്റെ തോളത്ത് കണ്ടാൽ റസൂലുള്ളാഹിയുമായി എന്തോ ഒരു കണക്ഷൻ, റസൂലുള്ളാഹിയുമായി എന്തോ ഒരു ബന്ധം കഅബിനുണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, മറ്റുള്ള ആളുകൾക്ക് ബോധ്യമാവാൻ വേണ്ടി, കൊല്ലേണ്ടതില്ല എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി, ഐഡന്റിറ്റിക്ക് വേണ്ടിയാണ്, തിരിച്ചറിയാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതപ്പ് കൊടുത്തത്. ആ പുതപ്പ് കൊടുത്തത് ഇനി ആ മദ്ഹ് ചെയ്തതിനാണെങ്കിൽ നിങ്ങൾ നോക്ക്, അത് റസൂലുള്ളാഹിന്റെ ജന്മദിനം നോക്കിയിട്ടല്ല, ജന്മദിനം നോക്കിയിട്ടല്ല. മാത്രമല്ല ആ മദ്ഹ് ചെയ്തതിനാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ വിഷയത്തിൽ തന്റെ ആ പറഞ്ഞ കവിതയിലൂടെ എന്തെല്ലാം അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിനെ വർണ്ണിച്ചിട്ടുണ്ട്, ഒട്ടകത്തെ വർണ്ണിച്ചിട്ടുണ്ട്, കള്ളിനെ വർണ്ണിച്ചിട്ടുണ്ട്, കാമുകിയെ വർണ്ണിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ റസൂൽ അംഗീകാരം കൊടുത്തതാണ്. സുന്നത്ത് ജമാഅത്തിന് സമ്മതിക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ എന്താ വിഷയം? ഐഡന്റിറ്റിയാണ് പ്രശ്നം. ഇദ്ദേഹത്തെ കൊല്ലേണ്ടതില്ല എന്നുള്ള ആ ഒരു കാര്യമാണ്, അത് അറിയിക്കലാണ് അതിന്റെ പിന്നിലുള്ളത് എന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതും തെളിവല്ല, ഒരു തെളിവില്ല, ഒരു തെളിവില്ല. ഇത് തെളിവായിരുന്നെങ്കിൽ കൂട്ടരെ അസുല അമലിൽ മൗലിദി ബിദ്അ എന്ന് പണ്ഡിതന്മാർ പറയോ? ഹിജ്റ 300 ശേഷം ഉണ്ടായതാണ് തഴവ പറയോ? ഇല്ല. അപ്പൊ ഇതൊന്നും തെളിവല്ല എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഒരു തെളിവില്ല, ഒരു തെളിവില്ല. പിന്നെ മുസ്ലിയാക്കന്മാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ബിദ്അത്താണെങ്കിൽ മുജാഹിദികൾ മൈക്ക് ഉപയോഗിക്കുന്നില്ലേ, മാർബിളിട്ട പള്ളി നിസ്കരിക്കുന്നില്ലേ, മുസൈക്കിട്ട പള്ളി നിസ്കരിക്കുന്നില്ലേ? അതൊക്കെ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? മൈക്കുണ്ടോ? മാർബിളിട്ട പള്ളിയുണ്ടോ? അപ്പൊ ഇതൊക്കെ ബിദ്അത്താവണ്ടേ എന്നാണ് അവസാനത്തെ ചോദ്യം, അവസാനത്തെ പുൽക്കൊടിയാണ്. സാധാരണക്കാർ നിഷ്കാലാക്കാൻ നോക്കുക. എന്നാ നിങ്ങൾ ആലോചിച്ച് നോക്ക്, മൈക്കിലൂടെ പ്രസംഗിക്കുമ്പോ എന്തെങ്കിലും പ്രത്യേകിച്ച് പുണ്യമുണ്ടെന്ന് നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? എടോ, മൈക്കിലൂടെ പ്രസംഗിക്കുമ്പോ അത് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണോ പുണ്യമാണോ മുജാഹിദുകൾ വിശ്വസിക്കുന്നില്ല. ലൈലത്തുൽ ഖദറിനേക്കാളും വലിയ കാര്യമാണ് മൈക്കിലൂടെ പ്രസംഗിക്കലെന്ന് മുജാഹിദുകൾ മനസ്സിലാക്കുന്നില്ല. മാർബിളിട്ട പള്ളി നിസ്കരിക്കുന്നത്, മൊസൈക്കിട്ട പള്ളി നിസ്കരിക്കുന്നത്, ടൈൽസ് വിരിച്ച പള്ളി നിസ്കരിക്കുന്നത് അത് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് മുജാഹിദുകൾക്ക് വിശ്വാസമില്ല. ലൈലത്തുൽ ഖദറിനേക്കാൾ വലിയ ആഘോഷമാണ് മുജാഹിദുകൾക്ക് വിശ്വാസമില്ല. മാത്രമല്ല, ടൈൽസ് വിരിക്കാത്ത പള്ളിയിൽ വെച്ചുള്ള നമസ്കാരത്തെക്കാൾ എന്തെങ്കിലും ഒരു പുണ്യം, എന്തെങ്കിലും ഒരു പ്രാധാന്യം, എന്തെങ്കിലും ഒരു ശ്രേഷ്ഠത ആ ടൈൽസ് വിരിച്ച പള്ളിയിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ ഉണ്ടെന്ന് മുജാഹിദുകൾ വിശ്വാസമില്ല. മൊസൈക്കിട്ട പള്ളി നിസ്കരിക്കുമ്പോൾ ഉണ്ടെന്ന് വിശ്വാസമില്ല. അതേപോലെ മാർബിളിട്ട പള്ളി നിസ്കരിക്കുമ്പോൾ ഉണ്ടെന്ന് മുജാഹിദുകൾക്ക് വിശ്വാസമില്ല. അവിടെ പ്രശ്നം സുന്നികളോ നമ്മുടെ സമസ്തക്കാർ പഠിപ്പിക്കുന്നതോ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്നതോ മാർബിളിട്ട പള്ളി നിസ്കരിക്കുന്ന പോലെയല്ല. അത് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ്. റബീഉൽ അവ്വൽ ആഘോഷം പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ്. അതേപോലെ ലൈലത്തുൽ ഖദറിനേക്കാൾ വലിയ ആഘോഷമാണ് എന്നൊക്കെയാണ് മുസ്ലിയാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ പരിശോധിച്ച് നോക്ക്, 4 മദ്ഹബിന്റെ ഇമാമുകൾ ആരെങ്കിലും നടത്തിയോ? ഇമാം ഷാഫി നടത്തിയോ? ആർക്കെങ്കിലും തെളിയിക്കാൻ സാധ്യമാണോ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇമാം മാലിക് പറഞ്ഞിട്ടുണ്ടോ? അബൂ ഹനീഫ അൽ കൂഫി പറഞ്ഞിട്ടുണ്ടോ? അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞിട്ടുണ്ടോ? മദ്ഹബിന്റെ ഏതെങ്കിലും ഇമാം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നതാണ് വസ്തുത. ഒരാളും പറഞ്ഞിട്ടില്ല. പോകട്ടെ, നമ്മുടെയൊക്കെ സുന്നിപ്പള്ളിയിൽ ഏത് ഖുതുബയാണ് നിർവഹിക്കാറുള്ളത്? ഏത് ഖുതുബയാണ് നിർവഹിക്കാറുള്ളത്? ഇബ്നു ബാത്തർ അൽ മിസ്രിയുടെ ഖുതുബയാണ്. ആ ഖുതുബ അദ്ദേഹം ഓരോ മാസം നിർവഹിച്ചിട്ടുള്ള ഖുതുബ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ, നിങ്ങൾ സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക, അദ്ദേഹം റബീഉൽ അവ്വൽ മാസത്തിൽ നിർവഹിക്കാൻ വേണ്ടി 5 ഖുതുബകൾ അലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 ഖുതുബകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഒരു ഖുതുബയിൽ പോലും റസൂലുള്ളാഹിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട പരാമർശമേ ഇല്ല. ആ നബാത്തി ഖുതുബയിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട പരാമർശമില്ല. ഒന്നാമത്തെ ആഴ്ച നടത്തേണ്ട ഖുതുബ എന്താണെന്നറിയോ? കേട്ടോ, ഇത് ഈ നബാത്തി ഖുതുബയുടെ KV മുഹമ്മദ് മുസ്ലിയാർ നടത്തിയിട്ടുള്ള പരിഭാഷയിൽ നിന്നാണ് നിങ്ങൾ കാണുന്നത്. അതിന്റെ 335 മുതൽ 374 വരെയുള്ള പേജുകൾ കാണാൻ സാധിക്കും.
അതിൽ പറയുന്നു ഒന്നാമത്തേത് അൽ ഖുതുബത്തുൽ ഊല മിൻ ശഹ്രി റബീഉൽ അവ്വൽ യുദ്കറു ഫീഹാ വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ ആഴ്ച റബീഉൽ അവ്വൽ ഒന്നാമത്തെ ആഴ്ച പറയേണ്ടത് എന്താ? റസൂലുള്ളാഹിന്റെ വഫാത്ത്, ജന്മദിനം പറഞ്ഞില്ല. രണ്ടാമത്തേത് അൽ ഖുതുബത്തു സാനിയ മിൻ ശഹ്രി റബീഉൽ അവ്വൽ യുദ്കറു ഫീഹാ വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാം ഖുതുബയും എന്താണ്? അതേ കാര്യം തന്നെയാണ്, ജന്മദിനം പറഞ്ഞില്ല. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? അൽ ഖുതുബത്തു സാലിസ മിൻ ശഹ്രി റബീഉൽ അവ്വൽ യുദ്കറു ഫീഹാ തസറുഫു സമാനി വൽ മആദ്. ഈ കാലത്തിന്റെ കളിയും കറക്കവും ഒക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് മൂന്നാമത്തെ ആഴ്ച. നാലാമത്തെ തസറുഫു സമാനി വൽ ഖിയാമ, ഈ പറഞ്ഞ കാര്യവും ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അഞ്ചാമത്തെ ആഴ്ചയോ ഇതേപോലെ അതിൽ പറയേണ്ടത് അൽ മൗത്ത് വൽ മആദ്, മരണവും അല്ലാഹുവിലേക്കുള്ള മടക്കവുമാണ്. ഇതിലെവിടെ സഹോദരങ്ങളെ റസൂലുള്ളാഹിന്റെ ജന്മദിനാഘോഷം? ഇത് റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഏർപ്പാട് രണ്ട് പെരുന്നാളുകളെക്കാൾ പുണ്യമായിരുന്നെങ്കിൽ ഇബ്നു അബ്ബാസുൽ മിസ്രി കാണാതെ പോയോ? അതേപോലെ ലൈലത്തുൽ ഖദർ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട, സുന്നത്ത് കൊണ്ട് സ്ഥിരപ്പെട്ട ആ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമായിരുന്നുവെങ്കിൽ ഈ പറയുന്ന റബീഉൽ അവ്വൽ ജന്മദിനാഘോഷം പുണ്യമായിരുന്നെങ്കിൽ ഈ ഇബ്നു അബ്ബാസുൽ മിസ്രി പറയേണ്ടതായിരുന്നില്ല, അദ്ദേഹമെങ്കിലും പറയേണ്ടതായിരുന്നില്ലേ? അദ്ദേഹം പറഞ്ഞ തെളിവായിട്ടല്ല, പക്ഷെ അദ്ദേഹം പറയേണ്ടതായിരുന്നില്ലേ? പറഞ്ഞോ അദ്ദേഹം? ഇല്ല. അപ്പൊ എന്താ? അദ്ദേഹവും മനസ്സിലാക്കിയിട്ടില്ല ഇങ്ങനെ ഏർപ്പാടില്ല, ഇങ്ങനെ ഏർപ്പാടുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. സ്വാവി എന്ന് പറയുന്ന തഫ്സീൽ പറയാ എങ്ങനെ സ്നേഹിക്കേണ്ടത്? റസൂലുള്ളാഹിനെ സ്നേഹിക്കണം, തർക്കമില്ല. പക്ഷെ എങ്ങനെ സ്നേഹിക്കേണ്ടത്? ഒരു അടിമ അല്ലാഹുവിനെ റസൂലെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയായിരിക്കണം? അല്ലാഹുവിനെ റസൂലെ പിൻപറ്റിക്കൊണ്ടാണ്, അങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. പക്ഷെ ഇന്ന് എവിടെ എത്തി? നിങ്ങൾ ആലോചിച്ച് നോക്ക്. റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന പേരിൽ എന്തെല്ലാം ഏർപ്പാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? വഴി ബ്ലോക്ക് ആക്കിക്കൊണ്ടുള്ള ഏർപ്പാടില്ലേ? ഘോഷയാത്രകളില്ലേ? ഇനി നിങ്ങൾക്ക് കുറെ സമയം ചില കാര്യങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കേണ്ടി വരും. ശ്രദ്ധ പൂർണ്ണമായി ആ നിലയ്ക്ക് ശ്രദ്ധ വിടാതെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നേരത്തെ മുള്ളൂർക്കര സഖാബി പറഞ്ഞില്ലേ എന്താണ്? ആ വഴി ബ്ലോക്ക് ആക്കാൻ പാടില്ല, വഴിയിൽ നിന്ന് ഉപദ്രവം മാറ്റുന്നൊക്കെ. ആ സീൻ ഒന്നുകൂടി നിങ്ങൾ കാണുക, കേൾക്കുക. അതുകൊണ്ട് ജന്മദിനം ഒരു ശിശുദിനമാവട്ടെ, ജന്മദിനം ഒരു സേവന വാരാചരണ ദിനമാവട്ടെ. അതേ, ഈമാൻ 72 ശാഖകളാണ്. ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന വാക്കാണ് ഏറ്റവും വലുത്. വാദിനാ ഈമാനിന്റെ ദർജയിൽ വെച്ച് ഏറ്റവും ചെറുത്. ഇമാതത്തുൽ അദാ അനി തരീഖ്, വഴിയിലുള്ള കല്ലും കരടൊക്കെ നീക്കി വഴി നന്നാക്കി കൊടുക്കലാണ്. അപ്പൊ റോഡുണ്ടാക്കി കൊടുക്കല്, റോഡിലെ പുല്ല് വെട്ടി കൊടുക്കല്. ഗാന്ധി ജനിച്ച ദിവസം നമ്മൾ സേവന വാരാചരണം നടത്തുമ്പോ റസൂലുള്ളാഹിനെ പ്രസവിച്ച ഈ റബീഉൽ അവ്വലില് നബി തങ്ങൾ പഠിപ്പിച്ച സേവന വാരാചരണം നമുക്ക് അങ്ങ് നടത്തിക്കളയാം. അങ്ങനെ വാരാചരണം, ശിശുദിനം, സ്ത്രീദിനം നിങ്ങൾ കണ്ടില്ലേ? മുലയൂട്ടൽ വാരാചരണം എന്ന് പറഞ്ഞ ദിനം വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോ വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്യാൻ റസൂൽ പഠിപ്പിച്ചതാണ്. ഇനി ഇതേ മുസ്ലിയാക്കന്മാർ റസൂലുള്ളാഹിനെ സ്നേഹമുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ വഴി ബ്ലോക്കാക്കുന്ന ഏർപ്പാടാണോ? അല്ലല്ലോ. ഇനി നിങ്ങൾ കാണുക, മൗലിദിന്റെ പേരിൽ നമ്മുടെയൊക്കെ നാടുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘോഷയാത്രകളില്ലേ? വഴി ബ്ലോക്കാക്കിക്കൊണ്ട് നടക്കുന്ന ഘോഷയാത്രകളുടെ രംഗം കൂടെ നിങ്ങൾ കാണൂ സ്ക്രീനിൽ. അത് 6-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലെ ജനസമൂഹത്തെ വിജ്ഞാനത്തിന്റെ കൈപ്പിടിയേറ്റി സത്യത്തിലേക്ക്, ശാന്തിയിലേക്ക്, സമാധാനത്തിലേക്ക് നയിച്ച വിശ്വപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1429-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ മനസ്സിന്റെ കോട്ടകൃത്തലങ്ങളിൽ ആദർശത്തിന്റെ കടവാല കൊണ്ട് പരിവർത്തനത്തിന്റെ കുടികാട്ടിയെത്തിയ വിശ്വവിമോചകൻ മുഹമ്മദ് Bye.
സഹോദരങ്ങളെ, ഈ രൂപത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. വഴിമുടക്കാൻ പാടില്ല. നേരത്തെ സഖാഫി പറഞ്ഞു, ആ ദപ്പ് മുട്ടുന്നത്, അതേപോലെ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നതിന്റെ പേരിലുള്ള ഗോഷ്ഠികൾ നടത്തുന്നത്. ഇങ്ങനെ ഇതിന് കാരണം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നിങ്ങളുടെ പൂർവീക തലമുറകളെ പല ആളുകളെയും സമുദായങ്ങളെ പിൻപറ്റും. ലതത്തബിഉന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലൂ ജുഹറ റബ്ബിൻ ലദഖൽതുമൂഹു. റസൂലുള്ളാഹി പറഞ്ഞതാണ്, നിങ്ങൾ പൂർവീക സമുദായങ്ങളെ, ആ ആളുകളെ പിൻപറ്റുക തന്നെ ചെയ്യും. എത്രമാത്രമെന്ന് ചോദിച്ചാൽ ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുക തന്നെ ചെയ്യും. അങ്ങനെ അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ നിങ്ങളും അങ്ങോട്ട് പ്രവേശിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, ആ പ്രവേശനം ഇങ്ങനെ പ്രവേശിക്കുന്ന മുമ്പ് കാലത്തെ സമുദായങ്ങളെ പിൻപറ്റുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ സഹാബത്ത് ചോദിക്കുകയാണ്, അൽ യഹൂദ വൻ നസാറ, റസൂലേ, ജൂതന്മാരെ ക്രൈസ്തവരായ ആളുകളെയൊക്കെ പിൻപറ്റുമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് തിരിച്ചു ചോദിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ മറുപടി, ഫമൻ, അവരെയല്ലാതെ പിന്നെ ആരെയാണ് എന്ന് പറഞ്ഞാൽ ഇതര മതസ്ഥരുടെ ആ ആചാരങ്ങളെ അതേ രീതി നിങ്ങൾ പിൻപറ്റുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയതാണ്. ആ അവസ്ഥയിലേക്ക് എത്തിയില്ലേ സഹോദരങ്ങളെ? ഇത് അൽ-ഇർഫാദാണ്. അൽ-ഇർഫാദ് സുന്നികളുടെ പ്രസിദ്ധീകരണമാണ്. 97 ജൂലൈ. അതിൽ പറയുന്നു, അബൂ ജസീല എന്ന് പറയുന്ന ആളുടെ ലേഖനമുണ്ട്. നബിദിനാഘോഷത്തിന്റെ പകിട്ടി എന്ന് പറയുന്ന ഒരു ലേഖനം 18ാമത്തെ പേജിൽ. അതിൽ പറയുന്നു, നോക്കൂ നിങ്ങൾ, കുറെ ഭാഗങ്ങളുണ്ട്, ഒരു ചെറിയ ഭാഗം മാത്രം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. 10 കൊല്ലം മുമ്പ് നടന്നിരുന്ന നബിദിനാഘോഷങ്ങളെ കുറിച്ച് അറിയാവുന്നവർ ഇന്ന് നടക്കുന്ന ആഘോഷ പരിപാടികളുമായി താരതമ്യം ചെയ്തു നോക്കുക. 10 കൊല്ലം മുമ്പുണ്ടായിരുന്നു, ഇന്നുണ്ടായതൊക്കെ നോക്കുക. ഇൻഷാ അല്ലാഹ് ചില സീന് വരുന്നുണ്ട്, നിങ്ങൾ കാണാൻ സാധിക്കും. എന്നിട്ട് 1/4 നൂറ്റാണ്ട് മുമ്പത്തെ പരിപാടികളുമായും ഒന്ന് തുലനം ചെയ്തു നോക്കുക. അമ്പരപ്പിക്കുന്ന അന്തരം കാണാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് പറയും, പഴയ ആഘോഷങ്ങളുടെ ഏക കേന്ദ്രം മദ്രസകളായിരുന്നു. റബീഉൽ അവ്വൽ മാസം പിറക്കുന്നതോടെ വീടുകളിൽ മൗലിദ് പാരായണത്തിന്റെ ഈണം. മാസം 12 മദ്രസകളിൽ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ആഘോഷങ്ങളുടെ മുഖ്യ ഇനവും മൗലിദ് പാരായണം തന്നെ. പുറമെ മധു ഗാനാലാപനങ്ങൾ, അതേപോലെ പടപ്പാട്ടുകളുടെയും മൗലിദുകളിലെ തന്നെ ബെയ്ത്തുകളുടെയും അവതരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെയായിരുന്നു മുമ്പുണ്ടായിരുന്നത് എന്നിങ്ങനെ പറയുന്നു. ഇന്നത് എവിടെ എത്തി എന്നുള്ളത് വളരെ വ്യക്തമായി നിങ്ങൾ കാണേണ്ടതുണ്ട്. സഹോദരങ്ങളെ, റസൂൽ പറഞ്ഞതല്ലേ, മുമ്പുള്ള സമുദായങ്ങൾ നിങ്ങൾ പിൻപറ്റും, ഇതര ആളുകളുടെ സമുദായങ്ങളുടെ സംസ്കാരം നിങ്ങൾ സ്വീകരിക്കുമെന്ന്. ആ സംസ്കാരം സ്വീകരിപ്പിക്കുന്ന അമ്പരപ്പിക്കുന്ന അന്തരമെന്ന് പറഞ്ഞില്ലേ അൽ-ഇർഫാദ്. ആ അമ്പരപ്പിക്കുന്ന അന്തരം ഉണ്ടായില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഇതാ കാണൂ, ക്രിസ്തീയരായ ആളുകള് യേശു ക്രിസ്തുവിന്റെ ആ ജന്മദിനം, ഈസാ നബിയുടെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടുള്ള ആ പുൽക്കൂട്, അവരുണ്ടാക്കുന്ന ക്രിസ്ത്യാനികൾ ഉണ്ടാക്കുന്ന പുൽക്കൂടാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്നേഹിക്കുന്നു എന്ന പേരിലാണ് അവർ ഏർപ്പാട് നടത്തുന്നത്. അദ്ദേഹം ജനിച്ച ദിവസം ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. നമ്മള് ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഈസാ നബിയോട് നമുക്ക് സ്നേഹം വേണ്ടേ സഹോദരങ്ങളെ? വേണ്ടതുണ്ട്. പക്ഷെ ഈസാ നബിയുടെ ജന്മദിനം നമ്മൾ നടത്തുന്നുണ്ടോ? ഇല്ല. അതാര് നടത്തുന്നു? ക്രിസ്ത്യാനികൾ നടത്തുന്നു. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം നമ്മൾ നടത്തുന്നില്ല. എന്തുകൊണ്ട്? ഈസാ നബിയോട് സ്നേഹമുണ്ടായിട്ടും ക്രിസ്മസ് ആഘോഷിക്കാത്ത പോലെ. നോക്കൂ നിങ്ങൾ, എന്തെല്ലാം ഏർപ്പാടാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പുൽക്കൂടും അതിന്റെ ബലൂണും അതേപോലെ അലങ്കാരങ്ങളും, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ്. ഇതൊക്കെ അവരുടെ ക്രിസ്തീയരായ ആളുകളുടെ ആ ഏർപ്പാടാണ്. അതിലിനി ഇതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടുള്ള പുൽക്കൂടാണ്, റസൂലുള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ടുള്ള പുൽക്കൂടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ? ആ ക്രിസ്തീയരായ ആളുകളുടെ റസൂൽ പറഞ്ഞ പോലെ ഈ ആളുകൾ നിങ്ങൾ പിൻപറ്റുമെന്ന് പറഞ്ഞില്ലേ? അതേപോലെ ഇതാ അതിനൊപ്പിച്ച് പുൽക്കൂടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ്. ഇതാണ് അമ്പരപ്പിക്കുന്ന അന്തരം. ആ അന്തരം ഉണ്ടായില്ലേ? 10 കൊല്ലം
മുമ്പ് ഇങ്ങനെ പുൽക്കൂടുണ്ടോ? ഇല്ല. ഇതാണ് ആദ്യേ ഇതിങ്ങനെ തന്നെയാണ്. ആദ്യേ ദുർബല, പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ ആദ്യേ ബിദ്അത്ത്, പിന്നെ അതിന്റെ കൂടെ പലതും ഉണ്ടാക്കിക്കൊണ്ട് ആ രൂപത്തിലുള്ള ഏർപ്പാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതര സമുദായങ്ങളുടെ ഏർപ്പാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുൽക്കൂടുണ്ടാക്കുന്ന ഏർപ്പാട് നമ്മിലുണ്ടോ? അത് മുസ്ലിം സമുദായത്തിൻ്റെതാണോ? അല്ലേ അല്ല. ഇതാ കടന്നു വന്നില്ലേ ക്രിസ്തീയരായ ആളുകൾ നടത്തുന്ന ക്രിസ്മസിൽ കടമെടുത്തുകൊണ്ട് ആ ജയന്തി ആഘോഷം തന്നെ കടമെടുത്തതാണ്. അങ്ങനെയുള്ള പരിപാടികൾ കടമെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കാണണോ, ഈ ക്രിസ്തീയരായ ആളുകള് ആ യേശു ക്രിസ്തുവിന്റെ ചെറിയ രൂപത്തെ ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങള് ശ്രീകൃഷ്ണ ജയന്തിക്ക് പിന്നെ ആ ഉണ്ണികൃഷ്ണനെ ഉണ്ടാക്കാറുണ്ട്. അതേപോലെ ഉണ്ണി യേശുവിനെ ക്രിസ്തീയർ ഉണ്ടാക്കാറുണ്ട്. അതേ ഏർപ്പാട് നോക്കൂ നിങ്ങള്. ഇതാ ഉണ്ടാക്കിയില്ലേ ഇക്കഴിഞ്ഞ റബീഉൽ അവ്വലിന് ബാംഗ്ലൂരിൽ നടന്നിട്ടുള്ള നബിദിന ഘോഷയാത്രയുടെ ആ രംഗം കൂടെ നിങ്ങൾ കാണുക. അതിൽ വളരെ വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രവാചകന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. ഉണ്ണി യേശുവിനെ ഉണ്ടാക്കിയ പോലെ ഉണ്ണി മുഹമ്മദിനെ കണ്ടോ അനുഗ്രഹിക്കുകയാണ് കൊടികൊണ്ട്. കണ്ടില്ലേ നിങ്ങൾ? ആ രൂപത്തിൽ പ്രവാചകനാണത്രേ അത്. ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ട് നോക്കൂ നിങ്ങള്. ആ രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കലാണോ സഹോദരങ്ങളെ? ഇത് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം. ഇതും നടക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പേരിലാണ്, ഇസ്ലാമിന്റെ പേരിലാണ്, പ്രവാചകനുള്ള സ്നേഹത്തിന്റെ പേരിലാണ്. ആ ഒരു അറബി വേഷവും ഇട്ടുകൊണ്ട്, തലക്കര് വട്ടുവിട്ടുകൊണ്ട്, ആ ഒരു പ്രത്യേക വേഷമൊക്കെ ധരിപ്പിച്ചുകൊണ്ട്, അല്ലേ നോക്കൂ നിങ്ങൾ, പിഞ്ചു മക്കളെ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവതാരമായി ചിത്രീകരിച്ചുകൊണ്ട് ആ രൂപത്തിലല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ബാംഗ്ലൂരിൽ ഈ കഴിഞ്ഞ റമദാനിൽ നടന്ന ഏർപ്പാടാണ്. ഇനി നിങ്ങൾ ബാംഗ്ലൂരിൽ തന്നെ ഈ പ്രാവശ്യം നടന്ന മറ്റൊരു സീൻ കാണണം. എന്താണെന്നറിയോ? റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന കോലം ഇവിടെ ഉണ്ടാവാറുള്ള ഇതര മതസ്ഥരുടെയും മറ്റു മക്കൾ ആഘോഷങ്ങളോട് സാമ്യം പിടിക്കുന്ന അതേ സീൻ നിങ്ങൾ കാണൂ. ബാംഗ്ലൂരിൽ തന്നെ നടന്നതാണ്. ഇപ്രാവശ്യത്തെ പ്രവാചക സ്വല്ലല്ലാഹു സ്നേഹമാണ്. നിങ്ങൾ പരിശോധിച്ച് നോക്കണം. റസൂലുള്ളാഹിനോട് സ്നേഹമാണ് കാണുന്നത്. സഹോദരങ്ങളെ, ചിരിക്കുകയല്ല വേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ രൂപത്തിൽ ഇകഴ്ത്തുമ്പോ, ഈ രൂപത്തിൽ നിന്ദിക്കുമ്പോ മനസ്സിൽ വേദനയല്ലേ ഉണ്ടാവേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത ഒരു ആഘോഷത്തിന്റെ പേരിലാണിത്, സുന്നത്ത് ജമാഅത്തിന്റെ പേരിലാണിത്, റസൂലുള്ളാഹിയുടെ മഹബത്തിന്റെ പേരിലാണിത്, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നതിന്റെ പേരിലാണ്. സഹോദരങ്ങളെ നോക്കൂ നിങ്ങള്, ഒരു മത്സ്യത്തിന്റെ മുകളിൽ അല്ലാഹ് എഴുതിക്കൊണ്ട് മറ്റൊരു കാര്യം അതാ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഏർപ്പാടുകൾ നടത്തിക്കൊണ്ട്, അതും അങ്ങേറ്റം വഴിപിഴച്ച് ഇതര സമുദായങ്ങളുടെ ആഘോഷ പരിപാടികള് അതിനോട് മത്സരം പിടിക്കുന്ന രൂപത്തിലല്ലേ? നിങ്ങൾ ശരിക്കും ആലോചിച്ചോ? ഇത് കാണുമ്പോഴെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഇസ്ലാമിന്റെ റസൂൽ പഠിപ്പിച്ച ഇസ്ലാമിൽ പെട്ടതല്ല ഇത്.
ഇസ്ലാമിന്റെ ആഘോഷമല്ല ഇത്. ഏതൊക്കെയോ ജൂതന്മാരുണ്ടാക്കിയതാണ്, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ടാക്കിയതാണ്. അറിഞ്ഞോ അറിയാതെയോ മുസ്ലിം സഹോദരങ്ങൾ പല ആളുകളും അത് കൊണ്ടുപിടിക്കുകയാണെന്ന് ഈ രംഗം കാണുമ്പോഴെങ്കിലും സഹോദരങ്ങളെ നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം, മനസ്സിലാക്കണം. നോക്കൂ, ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമാണെന്ന് പ്രചരിപ്പിക്കാൻ സഹായകമാകുന്ന ഏതോ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ടാക്കിയതല്ലേ അത്. വാളുകൊണ്ടല്ലേ ആ കളി, മാരകായുധങ്ങൾ കൊണ്ടല്ലേ ആ കളി. അതുകൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഏതൊക്കെയോ കുൽസിതമായ ശ്രമങ്ങള് ഇതിന്റെ പിന്നിലുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? യുദ്ധം ചെയ്യുകയാണ്. ഉഹുദിലോ ബദറിലോ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു അല്ലാഹുവിന്റെ റസൂല്. നിങ്ങൾ ആലോചിക്കണം, ആ രൂപത്തിലാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തെല്ലാം കോപ്പിരാട്ടിത്തരങ്ങളാണ്. റസൂലുള്ളാഹിനെ നിന്ദിക്കലല്ലേ ഇത്? ഈ നിന്നക്കെതിരെ പ്രതികരിക്കാൻ മുജാഹിദുകളല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഇത്തരത്തിലുള്ള നിന്ദകൾ നാട്ടിൽ നടക്കുമ്പോ സോളിഡാരിറ്റിക്കാരൻ അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ആളുകൾക്ക് അത് കൊച്ചാണ്, ചെറിയ പ്രശ്നമാണ് അല്ലേ? അതേപോലെ മുജാഹിദുകളിൽ നിന്ന് ഭിന്നിച്ചു പോയ വേറെ ചില സാധുക്കളുണ്ട്. ഗതികിട്ടാ പ്രേതങ്ങളെ പോലെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർക്കിതൊന്നും ഒരു പ്രശ്നമല്ല. ശാഖാപരമായ പ്രശ്നങ്ങൾ പറയേണ്ടതില്ല. സമുദായ ഐക്യം തകരാതെ വേണം പ്രബോധന പ്രവർത്തനം നടത്താനെന്ന് ഐഎസ്എമ്മുകാരൻ തന്റെ നയരേഖയിൽ എഴുതി വിട്ടില്ലേ? അതുപോലുള്ള പല ഏർപ്പാടുകൾ നടത്തി എഴുതിയില്ലേ? അതേപോലെ തന്നെ തൗഹീദ് ശിർക്കിന്റെ ഏർപ്പാടുകൾ നാട്ടിൽ നടക്കുമ്പോ അതിനെതിരെ കണ്ണടക്കാൻ, അത് നടക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നാട്ടിൽ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ആളുകളെ കയ്യിലെടുക്കാനുള്ള ചില ഏർപ്പാടല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ആ വിഭാഗത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാകുമോ? എങ്ങനെയാണ്? തരംതാണ രാഷ്ട്രീയ പാർട്ടിയുടെ ആ ഒരു സംസ്കാരം പോലും ഇല്ലാത്ത ഏർപ്പാടല്ലേ ഈ വിഭാഗം ചെയ്തത്. നിങ്ങൾ ശ്രദ്ധിക്കുക. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ, ദീനിന്റെ പേരിൽ നാട്ടിൽ നടക്കുമ്പോ മടവൂരികൾക്ക് ഒരു പ്രശ്നമല്ല. അവർ ഭിന്നിപ്പുണ്ടാക്കുകയാണ്. സമുദായ ഐക്യം തകരാതെ വേണം പ്രബോധനം നടത്താൻ. ഉളുപ്പില്ലാതെ എഴുതിവിട്ടില്ലേ നയരേഖയിൽ? ഇല്ലേ? ഏതെങ്കിലും മടവൂരികൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? ഞാൻ പറയുന്നു, ശിർക്ക് നാട്ടിൽ നടക്കുമ്പോ, ബിദ്അത്ത് നാട്ടിൽ നടക്കുമ്പോ മുജാഹിദ് പ്രസ്ഥാനം ഏറ്റവും ഗൗരവത്തോടെ പറഞ്ഞിട്ടുള്ളത് ഇതാണ്. ആ പാരമ്പര്യത്തിന് എതിരായിട്ടല്ലേ മടവൂരികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, സമയം വൈകിയത് കൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ നിലക്കുള്ള പല ഏർപ്പാടും റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു എന്ന പേരിൽ നടക്കുകയാണ്. വേറൊന്ന് നോക്ക് നിങ്ങള്. റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ ലബനാനിൽ ഉണ്ടായിട്ടുള്ള ഒരു ഘോഷയാത്രയിൽ അതിലെ രംഗം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. മാതൃഭൂമി പത്രത്തിൽ നിങ്ങൾ കാണാൻ സാധിക്കും. 1997 ജൂലൈ 19 ശനിയാഴ്ച ആ ഇറങ്ങിയിട്ടുള്ള മാതൃഭൂമി പത്രത്തിൽ കണ്ടോ നിങ്ങള്? കത്തി, ഒരു ഇരുമ്പിന്റെ ഒരു വസ്തു കൊണ്ട് വയറ്റത്ത് കുത്തിക്കൊണ്ട് ആ രൂപത്തിൽ റസൂലുള്ളാഹിനെ സ്നേഹിക്കുകയാണ്, സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട്. അങ്ങനെ സ്നേഹം റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ റസൂലെ സ്നേഹം പഠിപ്പിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? ഇല്ല. ഇനി നോക്ക് നിങ്ങള്. ഇവിടെ നമ്മുടെയൊക്കെ മുസ്ലിയാക്കന്മാര് പറയാറുണ്ട്, പരപുരുഷന്മാര് പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാൻ പാടില്ല, ഇടകലറും, അതേപോലെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ. എന്നാൽ നോക്കൂ നിങ്ങള്, പെൺകുട്ടികളെ കൊണ്ട് റാലി നടത്തിച്ചില്ലേ മാതൃഭൂമി 1997 ജൂലൈ 18 വെള്ളിയാഴ്ച. നോക്ക് നിങ്ങള്, പ്രവാചക സ്തുതി കണ്ണൂർ താണ മുനീറുൽ ഇസ്ലാം മദ്രസയിലെ വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച നടന്ന നബിദിന റാലിയാണ്. പെൺകുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റാലിയാണ്. അതിന്റെ ഇസ്ലാമികമായ വിധിയൊക്കെ നമ്മുടെ മുസ്ലിയാക്കന്മാർ തന്നെയാണ് പറയേണ്ടത്. ഇനി നോക്ക് നിങ്ങള്, ധാക്കയിൽ നടന്നിട്ടുള്ള മറ്റൊരു ഘോഷയാത്ര, നബിദിന ഘോഷയാത്രയിൽ കാണാൻ സാധിക്കും. എന്താണെന്നറിയുമോ? അതില് ചന്ദ്രിക 1995 ഓഗസ്റ്റ് 17 വ്യാഴം. അതിൽ പറയും, ധാക്കയിൽ വനിതകൾ നടത്തിയ നബിദിന റാലി. ബംഗ്ലാദേശിൽ നബിദിനം വിവിധ പരിപാടികൾ ആഘോഷിച്ചു വരികയാണ്. കണ്ടോ? ഈ രൂപത്തിലാണ് ഷിയാക്കളിലുണ്ടായ ഏർപ്പാടാണിത്. ഇസ്ലാമുമായിട്ട് ഇതിന് ബന്ധമില്ല എന്ന് വളരെ വ്യക്തമായി സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുകയില്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെ പ്രവാചകൻ പഠിപ്പിക്കാത്ത മൗലിദാഘോഷം, അതിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേറെ ചില ഏർപ്പാട് എന്താണെന്ന് അറിയാമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കാത്ത ശിർക്ക് എന്നവൻ പാപമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവോട് മാത്രമാണ് പ്രാർത്ഥന നടത്തേണ്ടത്. കാരണം നിസ്കാരം പോലെ, നോമ്പ് പോലെ ആരാധനയാണ് പ്രാർത്ഥന.
അള്ളാഹിനോട് മാത്രമാണല്ലോ, അള്ളാഹ്ക്ക് മാത്രമാണല്ലോ നമ്മൾ നിസ്കരിക്കുന്നത്, അള്ളാഹ്ക്ക് മാത്രമാണല്ലോ നമ്മൾ നോമ്പ് നോൽക്കുന്നത്, അള്ളാഹ്ക്ക് മാത്രമാണല്ലോ മറ്റ് ആരാധനാ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അതുപോലെ അള്ളാഹ്ക്ക് മാത്രം ചെയ്യേണ്ട കാര്യമാണ് പ്രാർത്ഥന. അത് ഇസ്തിഗാസ എന്ന് പേരിട്ടാലും കൊടുത്ത കഴിവിൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞാലും അല്ലെങ്കിലും പ്രാർത്ഥന അള്ളാഹിനോട് തന്നെയായിരിക്കണം നടത്തേണ്ടത്. വഅന്നൽ മസാജിദു ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികളെല്ലാം അള്ളാഹ്ക്കുള്ളതാണ്, അവന്റെ കൂടെ മറ്റാരോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. റസൂലേ, നിങ്ങൾ പറയണം ജനങ്ങളോട്, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ, അവരിൽ ഞാൻ ആരിലും പങ്കു ചേർക്കില്ല എന്ന് പറയണം റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വേണ്ടി അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് പറയാൻ വേണ്ടി പറയുകയാണ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, അങ്ങനെ ശിർക്ക് ചെയ്താൽ, സഹോദരങ്ങളെ 50 100 ഒക്കെ എത്ര കാലമാണെങ്കിലും ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ ജീവിതകാലം മുഴുവൻ ആരാധനാ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അമലു സ്വാലിഹാത്തുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവന്റെ നിസ്കാരം അല്ലാഹ്ക്ക് വേണ്ട ശിർക്ക് ചെയ്താൽ, അവൻ നോമ്പ് അല്ലാഹ്ക്ക് വേണ്ട ശിർക്ക് ചെയ്താൽ, അവന്റെ ഹജ്ജ് അല്ലാഹ്ക്ക് വേണ്ട അവൻ ശിർക്ക് ചെയ്താൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സകല ഒരൊറ്റ അമലും സ്വീകരിക്കില്ല, അവൻ കാലാകാലവും നരകത്തിലായിരിക്കുമെന്ന് അല്ലാഹു പഠിപ്പിച്ചതാണ് ശിർക്കിന്റെ ഗൗരവം. ആ ശിർക്കാണ് ഈ മൗലിദിൽ കാണാൻ സാധിക്കുന്നത്. മങ്കൂസ് മൗലിദിൽ കാണുന്നില്ലേ, ഇർതകബതു അലൽ ഖത്താ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇർതകബതു അലൽ ഖത്താ, ഞാൻ കുറേയധികം തെറ്റുകൾ ചെയ്തിരിക്കുന്നു. യാതൊരു കൈയും കണക്കുമില്ലാതെ കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റസൂലെ, നിങ്ങളോടിതാ ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നു. സഹോദരങ്ങളെ, തെറ്റു ചെയ്താൽ, കുറ്റങ്ങൾ ചെയ്തു പോയാൽ ആരോട് ആവലാതി ബോധിപ്പിക്കേണ്ടത്? അള്ളാഹുവിനോടല്ലേ? അള്ളാഹിന്റെ റസൂലിനോടാണോ? അതുപോലെ മരിച്ചുപോയ മഹാത്മാക്കളോടാണോ? അല്ലേ അല്ല, അള്ളാഹുവിനോടായിരിക്കണം. അള്ളാഹു അല്ലേ പാപങ്ങൾ പൊറുക്കുന്നത്? അള്ളാഹു അല്ലാതെ ആരുണ്ടോ പാപങ്ങൾ പൊറുക്കുന്നത്? അല്ല പറഞ്ഞതാണ്. എന്നാൽ മങ്കൂസ് മൗലിദ് ചോദിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനോടാണ്. റസൂലെ, നിങ്ങളോട് ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നുവെന്ന്. അത് ശിർക്കാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് മങ്കൂസ് മൗലിദ് ചൊല്ലരുതെന്ന് മുജാഹിദുകൾ പറയുന്നത്. വേറെന്തെങ്കിലും വെറുപ്പുണ്ടായത് കൊണ്ടല്ല. ഇനിയും നോക്ക് നിങ്ങൾ, അതിൽ തന്നെ കാണാൻ സാധിക്കും ആ റസൂലുള്ളാഹിയോടുള്ള മറ്റൊരു പ്രാർത്ഥന എന്താണെന്നറിയുമോ? അതിൽ പറയുന്നു, അൻത മുൻജീനാ മിനൽ ഹുറഖി മിൻ ലഹീബിൻ നാരി വൽ അജജി. റസൂലേ, നിങ്ങളാണ് ഞങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്, നിങ്ങളാണ് ഞങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലാണോ നരകത്തിൽ രക്ഷപ്പെടുത്തുന്നത് നമ്മളെ? അല്ല, അല്ലാഹുവാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ അല്ലാഹു പഠിപ്പിച്ചത്. വഖിനാ അദാബന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. പടച്ചറബേ, നരകത്തെ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം പുത്രിയോട് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പോലും പറഞ്ഞില്ലേ, യാ ഫാത്തിമതു ഖിതഅതക ബിദി, എന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ, സലീമിൻ മാലി, ഈ ഉപ്പയോട് നീ നിനക്ക് ആവശ്യമുള്ള സമ്പത്ത് ചോദിച്ചോ, ഉപ്പ സാധിക്കുന്നത് തരാം. പക്ഷേ അൻകദി നഫ്സകി മിനന്നാർ, നരകത്തിൽ നീ നിന്നെ കാത്തുകൊള്ളണം. ഇന്നീ ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ, അല്ലാഹുവിനൊന്നും ചെയ്തു തരാൻ ഇപ്പായെ കൊണ്ട് സാധ്യമല്ല എന്ന് റസൂലുള്ള തന്റെ പുത്രിയോട് പറഞ്ഞില്ലേ? ഇവിടെ മങ്കൂസ് മൗലിദിലോ ആ റസൂലുള്ളയോടാണ് നരകത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ചോദിക്കുന്നത്. കാര്യമുണ്ടോ? കാര്യമില്ലെന്ന് മാത്രമല്ല സഹോദര, ശിർക്കാണത്. അള്ളാഹിനോട് മാത്രമാണ് അതിന് പ്രാർത്ഥിക്കേണ്ടത്. ഇനിയുമുണ്ട്, വേറെ വരിൽ കാണാൻ സാധിക്കും, യാ സയ്യിദസ് സാദാതി ജിഅതുക ഖാസിദാ അർജൂ ഹിമാക ഫലാ തുഖൈബ് മഖ്സദീ. റസൂലേ, ഞാൻ നേതാക്കളുടെ നേതാവായ റസൂലെ, നിങ്ങളെ ഉദ്ദേശിതാ ഞാൻ വന്നിരിക്കുന്നു, നിങ്ങളെ സംരക്ഷണം തേടി ഞാനിതാ വന്നിരിക്കുന്നു. വലാ തുഖൈബ് മഖ്സദീ, എന്നെ നിങ്ങൾ ഇച്ഛാഭംഗപ്പെടുത്തരുത്, നിരാശനാക്കരുത്. നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹിയോടുള്ള പ്രാർത്ഥനയാണ്. ഇതേപോലെ ധാരാളം പ്രാർത്ഥനകള് ഈ മൗലിദിന്റെ കിതാബുകൾ കാണുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മങ്കൂസ് പോലെ ചെല്ലാൻ പാടില്ല. ഖുതുബിയത്തിലുമുണ്ട് ശിർക്കിന്റെ വരികള്, വഹീദിമാലയിലുമുണ്ട്, ഇഫായിമാലയിലുമുണ്ട്, സലാം ബൈത്തിലുമുണ്ട്. സലാം ബൈത്തിൽ പറഞ്ഞ സാധനമുണ്ട്. അതിലെന്താ പറയുന്നത് അറിയോ? അസ്സലാമു അലൈക യാ മാഹിയൽ ദുനൂബി, അസ്സലാമു അലൈക യാ ജാലിയൽ ഖുറൂബി, അസ്സലാമു അലൈക, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ. യാ മാഹിയ ദുനൂബി, പാപങ്ങളൊക്കെ മായ്ക്കുന്ന റസൂലേ.
റസൂലാണോ പാപങ്ങൾ മായ്ക്കുന്നത്? അല്ല, അള്ളയാണ്. ആ സ്ഥാനം റസൂലുള്ളാഹിക്ക് വകവെച്ചു കൊടുത്തില്ലേ? ഇനിയും സഹോദരങ്ങളെ, അള്ളാന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് തേടുന്ന അവസ്ഥ പോലും ഇവിടെ ഉണ്ടായില്ലേ? നിങ്ങൾക്ക് കാണാമൊരു രംഗം, നമ്മുടെയൊക്കെ നാട്ടിൽ നടക്കാനുള്ള സ്വലാത്തിന്റെ പേരിലുള്ള ഏർപ്പാടുണ്ടല്ലോ. അവിടെ അള്ളാന്റെ റസൂലിനെ വിളിച്ചുകൊണ്ടുള്ള തേട്ടം തന്നെ, തങ്ങളെ തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂലുള്ള തേട്ടം നിങ്ങൾക്ക് കാണാം. ശ്രദ്ധിക്കൂ നിങ്ങൾ സ്ക്രീനിലേക്ക്. അള്ളാന്റെ റസൂലിനെ വിളിച്ചുകൊണ്ടുള്ള തേട്ടം. മദീനത്ത് കിടക്കുന്ന തങ്ങള് സാധുക്കളാണ് തങ്ങള്. ഞങ്ങളെ സദസ് കാണുന്നല്ല തങ്ങള്, ഞങ്ങളെ അവസ്ഥ കാണുന്നല്ല തങ്ങള്. ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്ന തങ്ങള്, ഞങ്ങളെ വിഷമം അറിയുന്ന തങ്ങള്, ഞങ്ങളെ ബേജാററിയുന്ന തങ്ങള്. നമുക്ക് പരിഹാരം വേണം തങ്ങള്. വിഷമങ്ങളുണ്ട് തങ്ങള്, പ്രയാസങ്ങളുണ്ട് തങ്ങള്, പ്രായമായ പെൺമക്കളുണ്ട് തങ്ങള്, ഒരുപാട് കടമുണ്ട് തങ്ങള്. എത്രയോ കാര്യം റബ്ബിനോട് ഞങ്ങൾ എണ്ണി പറഞ്ഞല്ലോ തങ്ങള്. ഇതിനൊക്കെ ഞങ്ങൾക്ക് ഫത്ഹ് വേണം തങ്ങള്, വിജയം വേണം തങ്ങള്, ഇജാബത്ത് വേണം തങ്ങള്. ഞങ്ങൾ ദോഷികളാണ് തങ്ങള്, പാപികളാണ് തങ്ങള്. പാവങ്ങളൊക്കെ അള്ള പൊറുക്കണം തങ്ങള്, റെക്കമെൻഡ് ചെയ്യണം തങ്ങള്, സഹായിക്കണം തങ്ങള്, കൈപിടിച്ച് രക്ഷിക്കണം തങ്ങള്. ഞങ്ങൾ വഷളാക്കല്ല തങ്ങള്. മത്തീങ്ങളോട് സ്നേഹമുള്ള തങ്ങള്, അവിടുത്തെ സ്നേഹിച്ച് കൂടിയവരാണ് തങ്ങള്. ഇത്ര ദൂരത്തുനിന്ന് വന്നവരാണ് തങ്ങള്. ഇത്ര മണിക്കൂറായിരിക്കുന്നു തങ്ങള്. കരുണയുടെ നോട്ടം വേണം തങ്ങള്, അവിടുത്തെ പൊരുത്തം വേണം തങ്ങള്. ഞങ്ങളെ ഹായിബാക്കല്ല തങ്ങള്. ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്. ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, അത്താണിയായ തങ്ങള്. ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്. ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം തങ്ങള്. അവിടുത്തെ ശുപാർശ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്. ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്, ഞങ്ങൾ രക്ഷപ്പെടും തങ്ങള്. മൊത്തങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹമുള്ള തങ്ങള്. ഞങ്ങൾ ഉമ്മയായ തങ്ങള്, ഉപ്പയായ തങ്ങള്, താണിയായ തങ്ങള്, സാധുക്കളാണ് തങ്ങള്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചവരാണ് തങ്ങള്. ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്, ഞങ്ങൾക്കത് വേണം തങ്ങള്. വാങ്ങിത്തരണ തങ്ങള്, വാങ്ങിത്തരണ തങ്ങള്. അതിന്റെ പ്രതിഫലം വേണം തങ്ങള്. 1000 മാസവും വേണം തങ്ങള്. അതിനൊന്നും കുറയരുത് തങ്ങള്. ഞങ്ങൾക്ക് വേണം തങ്ങള്. സാധുക്കളാണ് തങ്ങള്. ദുഃഖിൽ നിന്ന് വന്നവരാണ് തങ്ങള്. ദൂരത്തുനിന്ന് വന്നവരാണ് തങ്ങള്. അമലുകളില്ല തങ്ങള്, കുറവാണ് തങ്ങള്. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കണം തങ്ങള്. ഞങ്ങൾ അവിടെ നിന്ന് സഹായിക്കണം തങ്ങള്. മത്തീങ്ങളോട് സ്നേഹമുള്ള തങ്ങള്. ഞങ്ങളെ കൈവടിയല്ല തങ്ങള്. സാധുക്കളാണ് തങ്ങള്. ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്. ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്. ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്. കത്താതെ തങ്ങളെ കണ്ണു വെച്ച് കൊടുത്ത തങ്ങള്. കത്താതെ തങ്ങളെ കണ്ണു വെച്ച് കൊടുത്ത തങ്ങള്. കയ്യിൽ നിന്ന് വെള്ളം കൊടുത്ത തങ്ങള്. പൂർണ്ണചന്ദ്രൻ 2 പിളർപ്പാക്കിയ തങ്ങള്. കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട തങ്ങള്. ലോകത്തിന് റഹ്മത്തായി വന്ന തങ്ങള്. റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്. സാധുക്കളാണ് തങ്ങള്. സാധുക്കളാണ് തങ്ങള്. കൈവടിയല്ല തങ്ങള്. സാധുക്കളാണ് തങ്ങള്. രക്ഷിക്കണ തങ്ങള്. നിങ്ങളെ രക്ഷിക്കണ തങ്ങള്. നിങ്ങളെ രക്ഷിക്കണ തങ്ങള്. അത് വലിയ വളർന്നയുള്ള തങ്ങള്. സ്നേഹിച്ച തങ്ങള്. ഒരാര്യപടയ തങ്ങള്. സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്. സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്. സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്. തങ്ങള്, അവരുടെ തങ്ങള്. അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അല്ലാഹു പടച്ച തങ്ങള്. സാധുക്കളാണ് തങ്ങള്. നിങ്ങളെ കൈവടിയല്ല തങ്ങള്. അധികളാണ് തങ്ങള്. ദോഷികളാണ് തങ്ങള്. രക്ഷപ്പെടുത്തുന്ന തങ്ങള്. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ തങ്ങളെ തങ്ങളെ എന്ന് പറഞ്ഞാൽ അള്ളാനെയാണോ? അള്ളാനെയാണോ? ലൈലത്തുൽ ഖദ്ർ വാങ്ങി തരണം തങ്ങളെ അള്ളാനോടാണോ ചോദിക്കുന്നത്? അല്ല, റസൂലുള്ളയോടാണ്. സഹോദരങ്ങളെ, ഇത് പാടില്ല എന്ന് ഈ കുഴിപ്പുറത്തുള്ള സാധാരണക്കാരായ ആളുകൾക്കറിയില്ലേ? ആയിരങ്ങൾ തടിച്ചുകൂടുന്ന അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നിഷ്കളങ്കരായ എത്രയോ ആളുകൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാനോട് ചോദിക്കുക അതേ കാര്യങ്ങള്. കടമുള്ള ആളുകളുണ്ട് തങ്ങളെ, ലൈലത്തുൽ ഖദ്ർ വാങ്ങി തരണം തങ്ങളെ, കടം വീട്ടിൽ തരണം തങ്ങളെ എന്നിങ്ങനെ പറഞ്ഞ് തങ്ങളെ തങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായില്ലേ സഹോദരങ്ങളെ? ഈ നിലക്കുള്ള ശിർക്കിന്റെ ഏർപ്പാടാണ് മുസ്ലിയാക്കന്മാര് സ്വലാത്തിന്റെ പേരിൽ, ദിക്റിന്റെ പേരിൽ, മറ്റു പലതിന്റെയും പേരിൽ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സ്നേഹമുള്ള സഹോദരങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ തയ്യാറാകണം. ഇനിയെങ്കിലും തയ്യാറാകണം. അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളവരല്ലേ നമ്മള്? ഈ
ഈ മുസ്ലിയാക്കന്മാർ എവിടേക്കാണ് എത്തിക്കുന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാത്ത, റസൂൽ പഠിപ്പിക്കാത്ത ആചാരങ്ങൾ നമ്മെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ ശിർക്കും ബിദ്അത്തും ചെയ്യിപ്പിച്ചു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ലേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മുഹമ്മദ് എന്നാണ്, അഹ്മദ് എന്നാണ്. ആ മുഹമ്മദ് എന്ന പേരിട്ടത് കൊണ്ട് സ്വർഗത്തിൽ ആർക്കും പ്രവേശിക്കാൻ സാധ്യമല്ല. അഹ്മദ് എന്ന പേരിട്ടത് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. സുന്നിക്കും മുജാഹിദിനും തർക്കമുണ്ടോ ആ വിഷയത്തില്? ഞാൻ പറയുന്നില്ല. ഒരു സുന്നി പണ്ഡിതൻ, ഒരു അബ്ദുൽ റഷീദ് സഖാഫി എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ പറയുന്ന ഒരു ഭാഗം ആ വിഷയത്തിൽ, അതായത് അഹ്മദ് മുഹമ്മദ് പേരിട്ടുകൊണ്ട് മാത്രം സ്വർഗത്തിൽ കടക്കൂല എന്ന് പറയുന്ന ഭാഗം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. സ്വർഗത്തിലോട്ട് പോകുന്ന കക്ഷി ഏതാണെന്ന് ചോദിച്ചപ്പോൾ നിസ്കരിക്കുന്നവരെന്ന് പറഞ്ഞില്ല, നോമ്പ് തുറക്കുന്നവരെന്ന് പറഞ്ഞില്ല, സക്കാത്ത് കൊടുക്കുന്നവരെന്ന് പറഞ്ഞില്ല, താടി വെക്കുന്നവരെന്ന് പറഞ്ഞില്ല, പള്ളി കേൾക്കുന്നവരെന്ന് പറഞ്ഞില്ല. കാരണം ഇതൊക്കെ ചെയ്യുന്നവർ നരകത്തിൽ പോകേണ്ടി വരും, നിസ്കരിക്കുന്നവർ നരകത്തിൽ പോകേണ്ടി വരും, താടി ഉള്ളവർ നരകത്തിൽ കടക്കേണ്ടി വരും, പള്ളി വെക്കുന്നവർ നരകത്തിൽ കടക്കേണ്ടി വരും, അഹമ്മദ് മുഹമ്മദ് അഷറഫ് ആലമിയുടെ പേരുള്ളവർ നരകത്തിൽ കടക്കേണ്ടി വരും. അതേസമയം സ്വർഗത്തിൽ പോകണോ? ഒരു കാര്യം അംഗീകരിച്ചവൻ ആണ്. വിശ്വാസ, കർമ്മ, ആചാര, അനുഷ്ഠാന മുറകളിൽ ഒരു മാർഗം അവലംബിച്ചവരാണ്. അനഅലൈഹി, ഞാനാ മാർഗത്തിന് മേലിലാണ്. അസ്ഹാബി, എന്റെ സ്വഹാബത്തും ആ മാർഗത്തിലാണ്. കണ്ടില്ലേ നിങ്ങള്? അഹമ്മദ് മുഹമ്മദ് പേരിട്ടത് കൊണ്ട് മാത്രം സ്വർഗത്ത് പ്രവേശിക്കൂല. അത് സുന്നിയും മുജാഹിദും ഒക്കെ അറിയാം. പക്ഷേ ഞാൻ കുഴിപ്പുറത്ത് വെച്ചാ സംസാരിക്കുന്നത്. ഇതാ ഇവിടെ കുഴിപ്പുറത്തിറങ്ങിയ ഒരു പുസ്തകം, ചെറിയ ബുക്ക്ലെറ്റ് ഉണ്ടല്ലോ, റബീഇന്റെ പൊന്നമ്പിളി എന്ന പേരിൽ കാണാം നിങ്ങൾക്ക് സ്ക്രീനിൽ. റബീഇന്റെ പൊന്നമ്പിളി എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആരൊക്കെയാണ് സന്ദേശം കൊടുത്തതെന്ന് അറിയാമോ? ഒന്ന് ഷെയ്ഖുനാക്കെ ബാപ്പു മുസ്ലിയാർ തിരൂരങ്ങാടി സമസ്ത മുഷാവറ അംഗം, വേറൊന്ന് അൽഹാജ് ഓക്കെ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ ഖാസി കുഴിപ്പുറം, ഓക്കെ അബ്ദുള്ള കുട്ടി മഖ്ദൂമി കുഴിപ്പുറം ഖാസി തിരൂരങ്ങാടി, വേറൊന്നാരെന്നറിയോ? പി അബ്ദുൽ കരീം സഖാഫി അൽ കാമിലി കുറുകത്താണി. ഈ സഖാഫി കാമിലി ആരും ബേജാറാവണ്ട, അത് നീർക്കോലി മൂത്ത് മണ്ടിലാവുന്ന പോലെ, എലി മൂത്ത് പെരിച്ചായി ആവുന്ന പോലെ ആവുന്നതാണ്. അങ്ങനെ മൂത്ത സാധനം പറയുകയാണ്. എന്ത്? ഇയാളും സന്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ സന്ദേശം കൊടുത്തിട്ടുള്ള ഈ പുസ്തകത്തിൽ പറയുന്നതിന്റെ 7ാമത്തെ പേജ്, ഇവിടെ ഇറങ്ങിയ പുസ്തകമാണ് ഞാൻ വായിക്കുന്നത്. ഇതിൽ പറയുന്നത് കേട്ടോ നിങ്ങള്. പറയുന്നു, ഇസ്രാ, മിഅ്റാജ്, അല്ലാഹുവിനെ കാണൽ എന്നീ സ്ഥാനങ്ങൾ മറ്റൊരു നബിക്കും ലഭിച്ചിട്ടില്ല. മാത്രമല്ല നബി തങ്ങളുടെ നാമം ഉള്ള ഒരാളെയും, നബി തങ്ങളുടെ നാമമുള്ള ഒരാളെയും നരകത്തിലിട്ട് ശിക്ഷിക്കുകയില്ല എന്നും ഹദീസുകളിൽ കാണാം. പച്ചക്കള്ളമല്ലേ എഴുതിയത്? ആ ഹദീസ് എന്റെ റഷീദ് സഖാഫി 10 പേരത്തിന് കിട്ടിയില്ലേ? സഹോദരങ്ങള്, വെറും പേരിട്ടത് കൊണ്ട് സ്വർഗത്ത് പ്രവേശിക്കില്ല എന്ന് ഉറപ്പല്ലേ? എന്നാൽ അങ്ങനെ പോലും റസൂലുള്ളാഹിന്റെ പേരിൽ പച്ചക്കളവ് പറയാൻ മടിക്കാത്ത ആളുകളാണ് ഇവർ. ഞാൻ പറയുന്നതിന്റെ സാധാരണക്കാരായ നാട്ടുകാരോടാണ്. സഹോദരങ്ങളെ, ഈ മുസ്ലിയാക്കന്മാർ നമ്മെ പറഞ്ഞു പറ്റിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ, കാര്യമായിട്ട് ഖുർആൻ അറിയാത്ത നിങ്ങൾക്ക് തന്നെ, ഹദീസ് കാര്യമായിട്ട് അറിയാത്ത നിങ്ങൾക്ക് തന്നെ, ഫിഖഹിന്റെ കിതാബുകൾ കാര്യമായിട്ട് ഓതിയില്ലാത്ത നിങ്ങൾക്ക് തന്നെ അറിയുന്നതല്ലേ അഹമ്മദ് മുഹമ്മദ് പേരിട്ടത് കൊണ്ട് സ്വർഗത്ത് പ്രവേശിക്കൂല എന്ന്. അതുപോലും എഴുതാൻ അല്ല, ആ പേരുള്ള റസൂലുള്ളാഹിന്റെ പേരിട്ട ആളുകൾക്ക് സ്വർഗത്തിൽ നരകത്തിൽ അവർക്ക് കിടക്കേണ്ടി വരില്ല എന്ന് പോലും പച്ചക്കള്ളം, അതും ഹദീസിന്റെ പേരിൽ എഴുതുമ്പോ ഈ മുസ്ലിയാക്കന്മാർക്ക് നബിദിനമല്ല എന്തുകൊണ്ടാക്കി കൂടെ സഹോദരങ്ങള്? അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ നല്ല നിലക്ക് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതൊക്കെ പറയുമ്പോ നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു സംശയമുണ്ട്. 4 മുസ്ലിയാക്കന്മാർ പൊതയിട്ട് എന്തിനായി റബീഉൽ അവ്വൽ ആഘോഷമായിട്ട് നടക്കുന്നത്, സ്വലാത്തായിട്ട് നടക്കുന്നത്, അതേപോലുള്ള ആഘോഷ പരിപാടികളുമായി നടക്കുന്നത്? അതിലൊക്കെ എന്തെങ്കിലും തെളിവുണ്ടാവൂലേ? ഒരു തെളിവുമില്ല എന്ന് സുന്നികളുടെ പുസ്തകത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? സുന്നികൾ അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ഇനി എന്തിനാണ് ഈ മുസ്ലിയാക്കന്മാർ റബീഉൽ അവ്വലിന്റെ പേരില്, സ്വലാത്തിന്റെ പേരില്, ദിക്റിന്റെ പേരില്, അന്നദാനത്തിന്റെ പേരിൽ നടക്കുന്നതെന്നോ? ഇതുപോലെ ഒരു തെളിവുമില്ലാത്ത മൗലിദാഘോഷവും അതുപോലെ ഏർപ്പാട് ചെയ്യുന്നത് എന്തിനാണെന്നോ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. പോക്കറ്റിലേക്ക് കാശ് ഇടാൻ വേണ്ടി,
കായ് കിട്ടാൻ വേണ്ടി മാത്രമാണ് അവർ ഏർപ്പാട് നടത്തുന്നത്. പേരോട് മസക്കാവിൽ വലിയൊരു വൈകാരുണ്ടല്ലോ, പുള്ളിക്കാരൻ പറഞ്ഞ ഒരു കാര്യം, അവരാൾ നടത്തിയിട്ടുള്ള ഒരു സ്വലാത്തിന്റെ രംഗം നിങ്ങൾ കാണൂ, എന്തിനാണ് നടത്തുന്നത് എന്നുള്ളത്. എന്റെ ഇടത് ഭാഗത്തോട് വരിക, എന്റെ വലത്തേക്ക് പോവാ, എന്റെ ഇടത് ഭാഗം ഇതിലെ വരിക, എല്ലാവരും ട്രെയിനിന്റെ സമയം പേര് നല്ല തെക്കൊണ്ട് അവരുടെ കൈകുച്ച സമയം പോക്കരുത്, ട്രെയിനിന് പോകണം, അവിടെ എല്ലാവരും സ്ഥലത്തിക്കണം. സ്വലാത്തിന്റെ കോലം ഇപ്പൊ മനസ്സിലായില്ലേ? കനുള്ള ജാതി ഒന്നിപ്പോ അങ്ങോട്ട് ഇതാണ് കഥ. ഈ രൂപത്തിലാണ് സ്വലാത്ത്. ഇതാണ് സ്വലാത്ത് വാർഷികം. ഇതിനാ റബീഉൽ ആഘോഷങ്ങൾ ആലോചിച്ച് നോക്ക്. ആ സ്വലാത്തിന് വല്ല ആത്മാർത്ഥതയുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ അങ്ങോട്ട് കുറെ ഇങ്ങോട്ട്, എല്ലാവരും സ്വലാത്തിലും അതൊക്കെ ഇതിന്റെ ഇടയിൽ തന്നെ ഒരു ആത്മാർത്ഥയുമില്ലാത്ത തനിക്കാപ്പറ്റത്തിന്റെ സ്വലാത്ത്, കാശുണ്ടാക്കാനുള്ള സ്വലാത്തല്ലേ നമ്മൾ കണ്ടത്. ഇതേപോലെ മുസ്ലിയാക്കന്മാരുടെ പ്രസംഗം കേട്ട നമ്മൾ ചിന്തിക്കൂ, ഇതൊക്കെ നേരെന്നെയാണ് സഹോദരങ്ങളെ. ദുനിയാവിലെ മഈശത്തിന് വേണ്ടി മാത്രം, ആ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ദീനിനെ വിട്ടുകൊണ്ട് കാശുണ്ടാക്കുന്നത് എന്ന് നേരിട്ട് കണ്ടിട്ടെങ്കിൽ നമുക്ക് ബോധ്യമാകുന്നില്ലേ സഹോദരങ്ങളെ? മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. ബിദ്അത്ത് അതീവ ഗൗരവമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാത്ത, റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിന്റെ പേരിൽ ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞു, സ്വലാത്തിന്റെ പേരിൽ പാടില്ല, ദിക്റിന്റെ പേരിൽ പാടില്ല, ഒന്നിന്റെ പേരിലും പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചെന്താണെന്നറിയാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം ദീനിന്റെ പേരിൽ ആരെങ്കിലും ചെയ്താൽ, ഇന്നല്ലാഹ ഹജബ തൗബ അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ, ബിദ്അത്ത് ചെയ്യുന്ന മനുഷ്യന് അവന്റെ തൗബ, അവൻ ബിദ്അത്ത് ഒഴിവാക്കുന്നത് വരെ തടഞ്ഞു വെക്കുമെന്നാണ് റസൂൽ പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് തൗബ ചെയ്യുന്ന അല്ലാഹു സ്വീകരിക്കണോ? ബിദ്അത്ത് ഒഴിവാക്കണം, മൗലിദാഘോഷം ഒഴിവാക്കണം, അതുപോലെയുള്ള ബിദ്അത്തിന്റെ ആചാരങ്ങൾ ഒഴിവാക്കണം. അതേപോലെ തന്നെ ഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല കുല്ല ളലാലത്തിൻ ഫിന്നാർ എന്ന് അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രസംഗത്തിലൊക്കെ സൂചിപ്പിക്കാറുണ്ടായിരുന്നു. ആ ബിദ്അത്തുകൾ ചെയ്യരുത്, അത് നരകത്തിലേക്കുള്ള മാർഗമാണെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ ബിദ്അത്തിനെതിരെ മുജാഹിദുകൾ ശബ്ദിക്കുന്നത്. നാളെ പരലോകത്ത് ഹൗദുൽ കൗസറിന്റെ വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ ഈ നാട്ടിലുള്ള സുന്നിയും മുജാഹിദും ഒക്കെ. എങ്കിൽ റസൂൽ പറയുന്നു, നാളെ പരലോകത്ത് എന്റെ ഉമ്മത്തീങ്ങൾ ചില ആളുകള് ആ ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കാൻ വേണ്ടി വരുമെന്ന്. ആ സമയത്ത് ചില മനുഷ്യന്മാർക്ക്, റസൂലുള്ളാഹിയുടെ ഉമ്മത്തീങ്ങളിൽപ്പെട്ട ചില ആളുകൾക്ക് ആ വെള്ളം കുടിക്കാൻ അനുമതി ലഭിക്കുന്നില്ല, അവർ തടയപ്പെടുന്നു. ആ സമയത്ത് റസൂൽ പറയും, ഇന്നഹും ഉമ്മത്തി ഉമ്മത്തി ഇന്നഹും മിന്നി, റസൂൽ അല്ലാഹുവേ അവർ എന്നിൽപ്പെട്ടവരാണ്, ഇന്നഹും മിന്നി എന്റെ ഉമ്മത്തീങ്ങളാണ്, എന്നിൽപ്പെട്ടവരാണ്, അവർ വന്നോട്ട് വെള്ളം കുടിച്ചോട്ടെ എന്ന് ഞാൻ പറയും. പക്ഷേ അല്ലാഹുവിന്റെ മറുപടിയുണ്ട്, റസൂലേ ഇന്നക ലാ തദ്രീ മാ അഹ്ദസു ബഅദക, നിങ്ങളുടെ വഫാത്തിന് ശേഷം അവർ എന്തെല്ലാം ബിദ്അത്തുകളാണ് ഉണ്ടാക്കി നിങ്ങൾക്കറിയില്ല. ധാരാളം മുഹ്ദസാത്തുകള്, ധാരാളം ബിദ്അത്തുകള് ഇസ്ലാമിന്റെ പേരില്, ദീനിന്റെ പേരില്, സ്വലാത്തിന്റെ പേരില്, റസൂലിനുള്ള സ്നേഹത്തിന്റെ പേരില്, അന്നദാനത്തിന്റെ പേരില്, ദിക്റിന്റെ പേരിൽ അവരുണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല റസൂൽ എന്ന് പറയുമ്പോ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമത്രേ, സുഹ്കൻ സുഹ്കൻ ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം ഞാൻ പഠിപ്പിച്ചിട്ടില്ലാത്ത മതത്തിൽ, ഞാൻ പഠിപ്പിച്ച മതത്തിൽ അതിലില്ലാത്തതുണ്ടാക്കിയ ആളുകൾക്ക്, മാറ്റമുണ്ടാക്കിയവർക്ക്, തിരുത്തലുണ്ടാക്കിയ ആളുകൾക്ക് സുഹ്കൻ സുഹ്ക, വിദൂരം വിദൂരം എന്ന് പറഞ്ഞ് നമ്മുടെ നേതാവ് മുത്ത് മുഹമ്മദ്
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിദ്അത്ത് ചെയ്തവര്, മൗലിദാഘോഷം നടത്തിയവര്, സ്വലാത്തിന്റെ പേരിൽ ദിക്റിന്റെ പേരിൽ മറ്റും ബിദ്അത്ത് ഉണ്ടാക്കിയ ആളുകളെ ആട്ടിയോടിക്കൊണ്ട് പറയുന്ന മുജാഹിദുകളല്ല, അവരുടെ പ്രസിദ്ധീകരണത്തിലല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, ഇമാം ബുഖാരിയാണ് ഉദ്ധരിക്കുന്നത്. ആ സംഭവം നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഒരു കാര്യം മനസ്സിലായാൽ അതിന്റെ കൂടെ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ തയ്യാറാകണം. അവസാനമായി പറയാനുള്ളത്, ഈ പ്രാവശ്യത്തെ മൗലിദാഘോഷം ഏറെക്കുറെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലൊരു പക്ഷെ നടന്നിട്ടുണ്ടാകാം. ആ നടന്നപ്പോൾ നമ്മൾ സഹകരിച്ചിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ വന്ന് കടയിൽ വന്ന് പിരിവ് ചോദിച്ചപ്പോ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ, 10 രൂപയോ 50 രൂപയോ 100 രൂപയോ നമ്മൾ സഹകരിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, കൊടുത്ത് തിരിച്ചു വാങ്ങാൻ നിർവാഹമില്ല. എന്നാൽ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. റസൂൽ അത് കാണിച്ചിട്ടില്ല എന്ന് നമുക്ക് ബോധ്യമായില്ലേ? റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീന്റെ മേൽ ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലായില്ലേ? ഇനി നമ്മൾ ആലോചിക്കുക, ആ ചെയ്തു പോയത് 1 രൂപയാണെങ്കിലും അള്ളാഹു നൽകിയ അനുഗ്രഹം നമ്മൾ അങ്ങോട്ട് ആ വഴിക്ക് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി തൗബ ചെയ്യുക. പടച്ച റബ്ബേ, അറിയാതെ ചെയ്തു പോയതാണ്, നീ പുറത്തു കൊണ്ട നാഥ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിലേക്ക് കേറിച്ചു മടങ്ങാൻ നമ്മൾ തയ്യാറാകണം. ഇല്ലെങ്കിൽ പരലോകത്തെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ സാധ്യമല്ല. ആകാശത്ത് മിന്നി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെക്കാൾ എണ്ണം വരുന്ന കോപ്പകളുള്ള ആ ഹൗദുൽ കൗസറിൽ വെള്ളം കുടിക്കാൻ സാധ്യമല്ല. ആ പാലിനേക്കാൾ വെളുത്ത ഹൗദുൽ കൗസറിൽ വെള്ളം കുടിക്കാൻ സാധ്യമല്ല. അതേപോലെ തന്നെ തേനിനേക്കാൾ മധുരമുള്ള കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള വെള്ളം കുടിക്കാൻ സാധ്യമല്ല. ബിദ്അത്ത് ചെയ്താൽ, മൗലിദാഘോഷം നടത്തിയാൽ, അതുപോലെ ഏർപ്പാടുകൾ നടത്തിയാലെന്ന് ഗൗരവത്തോടെ മനസ്സിലാക്കണം. അവിടെ മുസ്ലിയാക്കന്മാര്, ഇവിടുത്തെ ശൈഖുനമാര്, മൗലാനമാര്, ഖാദിമാര്, മുസ്ലിയാക്കന്മാര് രക്ഷിക്കാനുണ്ടാവില്ല. അല്ലാഹുവിന്റെ കോടതി എന്ന് പറഞ്ഞാൽ അതാണ്. ഒരാൾക്കും ഈ ദുനിയാവിൽ രക്ഷപ്പെടുന്ന ഒരു കാര്യങ്ങൾ കൊണ്ട് രക്ഷപ്പെടാൻ സാധ്യമല്ല. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. അല്ലാഹു പറഞ്ഞില്ലേ, ആരെങ്കിലും വയുശാഖിഖിർ റസൂല, റസൂലിനെ ആരെങ്കിലും എതിര് പ്രവർത്തിച്ചാൽ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, ഇന്നതാണ് ഹുദയെന്ന്, ഇന്നതാണ് സന്മാർഗമെന്ന് മനസ്സിലായിട്ടും അല്ലാഹുവിന്റെ റസൂലിന് എതിരായിട്ട് ആരെങ്കിലും ചെയ്താൽ, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, സഹാബത്തിന്റേതല്ലാത്ത മാർഗം ആരെങ്കിലും പിൻപറ്റുകയും ചെയ്താൽ, അല്ലാഹു പറയുന്നത് അവന്റെ ബിസിനസ് നാം ഡിമ്മാക്കുമെന്നല്ല, മറിച്ച് അവൻ പോകുന്ന മാർഗത്തിൽ നാം തിരിച്ചുവിടും. സമ്പത്ത് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവൻ സമ്പത്ത് നൽകിയേക്കും, മറ്റെന്താഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന അതൊക്കെ നൽകിയേക്കും. പക്ഷേ വനുസ്ലിഹി ജഹന്നം, അവന് നാം നരകത്തിൽ കത്തിയെരിയിക്കുന്നതാണ്. വസാഅത് മസീറ, അതത്ര മോശമായ സങ്കേതമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോ, സഹോദരങ്ങളെ, മൗലിദാഘോഷം റസൂൽ നടത്തിയിട്ടില്ല, സഹാബത്തും താബിഈകളും കാണിച്ചിട്ടില്ല എന്ന് ബോധ്യമായില്ലേ നിങ്ങൾക്ക്? സുന്നികളുടെ പ്രസിദ്ധീകരണങ്ങൾ ബോധ്യമായില്ലേ നിങ്ങൾക്ക്? അങ്ങനെ റസൂൽ പഠിപ്പിക്കാത്ത ആഘോഷങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന് സുന്നികളുടെ പ്രസിദ്ധീകരണങ്ങൾ മനസ്സിലാക്കിയില്ലേ നമ്മള്? ഇനി നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹുവിന്റെ കോടതി നമ്മുടെ കാര്യം നമ്മളാണ് ഏറ്റെടുക്കേണ്ടി വരിക. നമ്മെ രക്ഷപ്പെടുത്താൻ ഇവിടെ വിശദീകരിച്ച് തരാനുള്ള ഒരു പണ്ഡിതനും മുസ്ലിയാരും ഉണ്ടാവില്ല എന്നതും, നമ്മുടെ ഖബറിലെ വിചാര ചോദ്യത്തിന് നമ്മൾ തന്നെയാണ് ഉത്തരം പറയേണ്ടി വരുന്നത് എന്ന് ആ ഒരു സത്യം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരലോകത്തെത്തിയിട്ട് ഇവിടെ നമ്മൾ ചെയ്തത് ശിർക്കായി പോയി, ബിദ്അത്തായി പോയി എന്ന് ബോധ്യമാകുമ്പോ ദുനിയാവിലേക്കൊന്ന് മടങ്ങി വന്നുകൊണ്ട്, പടച്ച റബ്ബേ, ഒന്ന് ദുനിയാവിലേക്ക് എന്നെ മടക്കിക്കൊണ്ട് ആ ശിർക്ക് ഞാൻ ഇനി ചെയ്യില്ല, ആ ബിദ്അത്ത് ഞാൻ ഇനി ചെയ്യില്ല എന്ന് അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു പറഞ്ഞില്ലേ, ചില മനുഷ്യന്മാർ നരകത്തിൽ വെച്ച് പറയുമത്രേ, എന്ത്? പടച്ച തമ്പുരാനോട്, പടച്ച റബ്ബേ റബ്ബനാ അഖ്രിജ്നാ മിൻഹാ, അല്ലാഹുവേ ഈ നരകത്തിൽ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട്, ഒന്ന് പുറത്താക്കിക്കൊണ്ട്, ഒന്നുകൂടെ ദുനിയാവിലേക്ക് മടക്കിക്കൊണ്ട്, എന്നാൽ ഞങ്ങള് വീണ്ടും ആ ശിർക്കിലേക്ക് മടങ്ങുകയാണെങ്കിൽ, ആ തെറ്റിലേക്ക് മടങ്ങുകയാണെങ്കിൽ, ആ ബിദ്അത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ, വഹീദീൻ ശൈഖോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് മടങ്ങുകയാണെങ്കിൽ, റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടുള്ള ബിദ്അത്ത് ചെയ്യുകയാണെങ്കിൽ, ഞങ്ങൾ അക്രമികൾ തന്നെയാണ്. നീ ഞങ്ങളെ സൃഷ്ടിച്ചോ റബ്ബേ, ഞങ്ങൾക്ക് പരാതിയില്ല. നീ ഞങ്ങൾ നരകത്തിലിട്ടോ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഒന്ന് പുറത്ത് കൊണ്ടുപോക റബ്ബേ, ഒന്ന് ദുനിയാവിലേക്ക് ജീവിക്കാൻ അവസരം കൊണ്ട റബ്ബേ എന്ന്
അള്ളാഹിനോട് കെഞ്ചിക്കേട് പറയുമ്പോ സഹോദരങ്ങളെ അള്ളാഹിന്റെ മറുപടിയുണ്ട്, നിങ്ങൾ നിന്ദ്യരായതിൽ കഴിഞ്ഞുകൊള്ളുക, എന്നോട് നിങ്ങൾ മിണ്ടണ്ട, സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് ലോകത്തിന്റെ നാഥൻ ആ മനുഷ്യനെ കൈയൊഴിക്കുന്ന രംഗമാണ് പരലോകത്തുള്ളത് എന്ന് തിരിച്ചറിയുക. മുജാഹിദിന്റെ വകയല്ല, അള്ളയാണ് ഖുർആനിലാണ് പറയുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യത്തിന്റെ കൂടെ നിൽക്കാൻ, ഉമ്മയെതിരായേക്കാം, ഉപ്പയെതിരായേക്കാം, മക്കളെതിരായേക്കാം, നാട്ടിൽ ഭൂരിപക്ഷം ആളുകളും എതിരായേക്കാം, അള്ളയുണ്ട് നമ്മുടെ കൂടെ, അള്ളയുണ്ട് നമ്മുടെ കൂടെ. ആ ബോധത്തോടെ അള്ളാന്റെ ദീനിന് വേണ്ടി നിലനിൽക്കാൻ, സത്യത്തിന്റെ കൂടെ നിൽക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആരെതിരായിരുന്നാലും അള്ളാഹുവിന്റെ ദീനിന് അടിയുറച്ചു നിൽക്കാൻ, മരണം വരെ കഴിച്ചുകൂട്ടാൻ അള്ളാഹു നമ്മെ എല്ലാം സഹായിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ വിശ്വാസികളായ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.